വോയിസ് കേൾക്കാല്ല? ഷാജി സർ ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? നമ്മുടെ നല്ലൊരു വലിയൊരു സെഷനാണ് ചെയ്യാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഇനി ജോയിൻ ആവാനുണ്ടെങ്കിൽ, വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡർ അയക്കുക കേട്ടോ. കാരണം ഇതുപോലുള്ള സെഷൻസ് ആരും മിസ് ചെയ്യരുത് കേട്ടോ. മിക്ക ആൾക്കാർ റെക്കോർഡ് കിട്ടും എന്നുള്ള രീതിയിൽ പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ റെക്കോർഡ് ആൾക്കാർ നോക്കൂല. ഈ ലൈവ് സെഷനിൽ കിട്ടുന്ന ഫീൽ എന്തായാലും നമുക്ക് ആ റെക്കോർഡ് സെഷനിൽ കിട്ടൂല അല്ലേ? കുറെ പുതിയ ആൾക്കാരുണ്ടെന്ന്, നമ്മുടെ പഴയ ആൾക്കാരുണ്ട്, അതുകൂടാതെ പുതിയ ആൾക്കാർ കൂടിയുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുരേഷാണ്. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ഏകദേശം 3.5 വർഷമായി ബിസിനസ്സായിട്ട് അസോസിയേറ്റ് ആയിട്ട് ഞാനൊരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എൻ്റെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ് ഞാൻ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് പാർട്ട് ടൈം ആണ്, ഇപ്പോഴും പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ കാസർഗോഡാണ്. 20 വർഷമായിട്ട് ഗൾഫിലാണ് ഞാൻ. 20 വർഷമായിട്ട് ഗൾഫിലുണ്ട്. പിന്നെ അത്രയ്ക്കും ഒരു പിന്നെ എന്താ പറയാ, ഒരു സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഞാൻ പിന്നെ തെരഞ്ഞെടുത്ത ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഓക്കെ, അറിയാലോ നമ്മൾക്ക് ഈ ഓരോ പലവർക്കും ഇൻകം, ഒരു തരത്തിൽ ഇൻകം ഉണ്ടാവാം. അത് പക്ഷേ ഏത് സമയത്ത് സ്റ്റോപ്പ് ആയേക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നേക്കാം. അത് നമുക്ക് ഒരു അഡീഷണൽ ഇൻകം എന്ന രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പല ആൾക്കാരും അങ്ങനെ ആയിരിക്കാം, ചിലർ ഫുൾ ടൈം ആയി ചെയ്യുന്ന ആൾക്കാരിക്കാം അല്ലെ. നമ്മുടെ ചിലർ ഐഡിയയിലായിരിക്കാം അല്ലെ. കുറെ പേര് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ വീഡിയോ ഓൺ ആക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് കൂടി വരും. ഏതെങ്കിലും മീറ്റിംഗ്, എല്ലാ മീറ്റിംഗ് അല്ല, നമ്മൾ ചില പ്രധാനപ്പെട്ട ചൊവ്വാഴ്ചത്തെ ടീം മീറ്റ് അതൊരു അറ്റൻഡ് ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടി വരും. അപ്പൊ നമ്മുടെ കുറച്ച് സെൽഫ് ആയിട്ടുള്ള കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടായിട്ടും അല്ലെ. അപ്പോ പിന്നെ നമുക്ക് ഞാനൊന്ന് പിന്നെ എന്താ കഥകളൊന്നും പറയുന്നില്ല, ഒന്നും പഠിച്ചിട്ട് വന്നിട്ടില്ല. അപ്പൊ സാധാരണ ഒരു പിന്നെ ഡയറക്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. അത്രയ്ക്കും വലിയൊരു സെഷനാണ്. അപ്പൊ നിങ്ങളുടെ ടൈമിങ് കുറെ കളയുന്നില്ല. അറിയാലോ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ നല്ല ഗ്രോത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളുടേതും. ഇത് ഒരാൾക്കും എന്റെ ഗ്രോത്തിൽ പോകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലെ വിന്നിംഗ് ടീമിന്റെ ലെവലിലെ മീറ്റിംഗ് വളരെ ഹൈയിലാണ് ബിസിനസ് ഗ്രോത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും അറിയാലോ അതിന്റെ ബിസിനസിന്റെ ഗ്രോത്ത് എങ്ങനെ നോക്കുക. അപ്ലിക്കേഷനിൽ ഉണ്ട് കേട്ടോ. നമ്മൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണെങ്കിൽ അതിൽ എത്ര പെർസെന്റ് നമ്മൾ ഗ്രോത്ത് ഉള്ളത്, ഓരോ ദിവസം എത്ര പെർസെന്റ് നമ്മൾ ഗ്രോത്തിൽ പോകുന്നത്, അതൊക്കെ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ലിക്കേഷൻ എല്ലാവർക്കും നോക്കാൻ അറിയും തോന്നുന്നുണ്ട്. പക്ഷെ ആർക്കും അറിയാത്തുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് അപ്ലിക്കേഷൻ ട്രെയിനിങ് കൂടി വെക്കാം കേട്ടോ. അപ്ലിക്കേഷന്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, A to Z അപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് മുതൽ വളരെ ഈസിയാണ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ. നമ്മൾ അത്രയ്ക്ക് ഒരു എന്താ ഒരു ചായ, ഒരു പുൾസി ഒക്കെ ഉണ്ടാകുന്നത് ഈസി അല്ല, വളരെ ഇല്ല. അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് നമ്മുടെ വെസ്റ്റിന്റെ അപ്ലിക്കേഷൻ. നമുക്ക് ഒരു ദിവസം എന്റെ സെഷൻ ചെയ്യാം. അപ്പൊ അത് പുതിയ ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോ അതുപോലെ നമ്മൾക്കറിയാം ചില ബിസിനസ് ഗ്രോത്തിൽ പോകുന്ന അവസ്ഥയിൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആവേണ്ട ഒരു പിന്നെ എന്താ പറയാ ചിലവർക്ക് ടെൻഡൻസി വരാം. നമുക്ക് പുതിയ ആൾക്കാർക്ക് ഇന്നത്തെ സെഷൻ കേൾക്കുമ്പോൾ ചില പേടിയൊക്കെ തോന്നാം. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെയാണോ ബിസിനസ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണ്. പക്ഷെ നമ്മൾക്ക് ഈ ഏകദേശം ബിസിനസ് വലിയ ഒരുപാട് തീരുമാനം. ആദ്യം നമ്മൾ ഒരു അംഗൻവാടി പോയാൽ എന്തായിരിക്കും, അംഗൻവാടി സ്റ്റുഡന്റ് ഞാൻ പുതിയതായിട്ട് വരുമ്പോൾ അംഗൻവാടി സ്റ്റുഡന്റ് പോലെ ആയിരുന്നു. പതിയെ സ്കൂള് അങ്ങനെ ലൈഫ് മെല്ലെ ഉയർന്നു വരികയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ് കിട്ടണ്ടേ അല്ലെ. ഒരു 10ാം ക്ലാസ്സിലെ സ്റ്റുഡന്റിന് അംഗൻവാടിയിൽ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ? നഷ്ടമല്ലേ. അപ്പൊ അയാൾ ഓരോ ആൾക്കാരും ഉയരുന്നതിനനുസരിച്ചിട്ട് അതിന് ആവശ്യമുള്ള ക്ലാസ് സെഷൻ ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത് അല്ലെ. തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് പിന്നെ ഒരേ സെഷൻ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പ്രസന്റേഷൻ കേൾക്കുന്നുണ്ട്. പ്രസന്റേഷൻ പിന്നെ ബേസിക് ആണ്, അതന്നെ ഒരുപാട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈ ടീം മീറ്റുകളിൽ നമ്മൾക്ക് നെക്സ്റ്റ് ലെവൽ ഉയരാനുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പോ പിന്നെ പഴയ പോലെ അല്ല. ഇപ്പൊ എല്ലാവർക്കും ഫാസ്റ്റ് ആയിട്ട് പോകണം അല്ലെ. ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഫേസ്ബുക്കോ എന്ത് എടുത്തു കഴിഞ്ഞാലും എല്ലാവരും ഷോർട്ട് ഫിലിം ഇതായിരിക്കും നോക്കുക അല്ലെ. ഫാസ്റ്റ് പോകുന്നതാണ് നോക്കുക, അടുത്തയിലോട്ട് പോകും, ജസ്റ്റ് പോകും. അതുപോലെ നമ്മുടെ ഈ ബിസിനസ്സിൽ വരുന്ന ഇപ്പൊ ആൾക്കാരൊക്കെ പറയാണ് പിന്നെ ഞാനൊക്കെ സമയത്തായിരിക്കും മല്ലേ മതി എന്നുള്ള ചിന്തയായിരിക്കും ഷാജി സാർ എപ്പോഴും പറയാം. ഇപ്പോഴങ്ങനെയല്ല. എല്ലാവരും ഫാസ്റ്റ് ആയിട്ട്, അതായത് നെക്സ്റ്റ് ലെവലിലേക്ക് ഓരോ ആൾക്കാർ ഫാസ്റ്റ് അവരവരെ തീരുമാനിച്ചനുസരിച്ച് കേട്ടോ. നമ്മുടെ ഒരു ടാർഗറ്റ് ഒന്നും കൊടുത്തിട്ടല്ല, ഒരാൾ തീരുമാനിക്കുന്നത്. ഞാനിപ്പോ ഷാജി സാറിന് പറഞ്ഞു, ഷാജി സാർ എനിക്ക് ഈ ലെവലിൽ എത്തണം, ഞാൻ എന്താ ചെയ്യേണ്ടത്, മറ്റാൾ പറയുന്നു. അപ്പൊ അതൊക്കെ കൺക്ലൂഡ് ചെയ്തിട്ട് ഷാജി സാർ വലിയ തീരുമാനം എടുത്തിട്ടുണ്ട്. ഓരോരോ പിന്നെ ആൾക്കാർക്ക് അവരവർക്ക് കഴിയുന്ന പോലെയുള്ള ഒരു ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ ഏകദേശം 4 വർഷത്തിന്റെ അടുത്തായി അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സക്സസ് ആയിട്ട് മടങ്ങുള്ളൂ. സക്സസ് ആയിട്ടും നിർത്തൂല, കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. അത് പിന്നെ അദ്ദേഹത്തിന്റെ കഴിവാണ്. ഞാൻ 20 വർഷമായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനിയിൽ
ഓരോ ദിവസം ഒരു സിസ്റ്റം കൊണ്ടുവരും, അതൊന്നും തലവരെത്തൂല. പക്ഷെ അദ്ദേഹത്തിന്റെ അതേ പിന്നെ എന്റെ അത്ര എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, അത്രയ്ക്കും സക്സസ് ആക്കിയിട്ട് പിന്നെ അവര് പിന്നെ അത് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓരോരുത്തർ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് പെരി പേപ്പർ എടുത്തിട്ട് ഇരുന്നിട്ട് ഒന്ന് എഴുതാൻ പറ്റും. പക്ഷെ പുതിയ ആൾക്കാരനെ പേടിക്കണ്ട, നിങ്ങൾക്കും ഗ്രോ ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. ഓരോ ആൾക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അഥവാ ഇത് കേട്ടിട്ടാണ് നമുക്കൊന്ന് കൺഫ്യൂഷൻ ഉണ്ട്, ഇപ്പൊ ഇവിടെ ചോദിക്കാൻ പറ്റില്ല, ജസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കാം, ഇല്ല ഷാജി സാറിന് പിന്നെ കോൺടാക്ട് ചെയ്താൽ എനിക്ക് ചെറിയ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ സംസാരിക്കാവുന്നതാണ് കേട്ടോ. അത്രയ്ക്കും നല്ലൊരു സെഷൻ ആയിരിക്കും. കാരണം നമ്മൾ ഓരോ അടുത്ത ലെവൽ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് പിന്നെ ഷാജി സാറിനെ ആ സെഷന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാം. നമുക്കറിയാലോ, പുതിയൊരാൾക്ക് ഫസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു സെഷൻ, അവർക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം, നെക്സ്റ്റ് ലെവൽ എങ്ങനെ ഗ്രോ ചെയ്യാം, തേർഡ് ഗ്രോ, 3 കാറ്റഗറി ആയിട്ടും അദ്ദേഹം ഓരോന്ന് ആൾക്കാർക്ക് സ്റ്റെപ്പ് പിന്നെ വളരാനുള്ളൊരു അവസരമാണ്, പിന്നെ ഒരു പ്ലാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. നമുക്ക് ഷാജി സാറിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷാജി സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. പുതിയ ആൾക്കാർ, ഷാജി സാറിനെ അറിയാത്ത ആരുമില്ല. ഞാൻ ഷാജി സാർ ഇവിടെ പിന്നെ പാർട്ട് ടൈം ആയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അത് ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ഇറങ്ങുകയും ഫുൾ ടൈം, അതായത് നമ്മൾക്ക് ഓരോ ആൾക്കാർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരാളെ സക്സസ് ചെയ്തുകൊണ്ട് തന്റെ സക്സസ് പിന്നെ കൈവരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ വേദിയിലോട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഷാജി സാർ, വെൽക്കം. താങ്ക് യു സുരേഷ് സാർ. വളരെ മനോഹരമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 40 പേര് കയറിയിട്ടില്ല കേട്ടോ. ആരോ നിങ്ങളുടെ ടീമിൽ 40 ആൾ മിസ്സിംഗ് ആണ്. നമ്മുടെ സാധാരണ ടീമിൽ 150 പേരുണ്ടാവാറുണ്ട്. അത്രയും ആൾക്കാർ കുറവാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. അത് ഞാൻ എത്രയും പെട്ടെന്ന് നമ്മുടെ ലക്കി ഡ്രോ അങ്ങ് തീർത്തേക്കാം, പിന്നെ അത് സമാധാനമാവുമല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫൈനൽ ലിസ്റ്റ് 167 പേരാണ് ലക്കി ഡ്രോയിൽ പേര് വന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. സാറിന് ഇത്രയും പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടും അത് കാണാതെ ആൾക്കാർക്ക് ഭാഗ്യമില്ല എന്ന് അർത്ഥമുള്ളൂ. 167 പേര് നമ്മുടെ ലക്കി ഡ്രോയിൽ വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് പെട്ടെന്ന് എടുക്കുക, അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്പർ 132 ആർക്കെങ്കിലും നോക്കാൻ പറ്റും നോക്കി. 132 സബിത അത്തോളി. ഓക്കെ, സജിനി മാഡത്തിന്റെ ടീമിലുള്ള സബിത അത്തോളിയാണ് ഇപ്രാവശ്യത്തെ ലക്കി ഡ്രോ വിന്നർ. കൺഗ്രാചുലേഷൻ സബിത മാഡം. ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ആക്കിയാൽ നല്ലതായിരുന്നു. അവിടെ ഉണ്ടല്ലേ? ഭാഗ്യമുണ്ട്. ഭാഗ്യം നമ്മളെ വിട്ടു പോയിട്ടില്ല സബിത മാഡം. എല്ലാവർക്കും ഭാഗ്യം നമ്മുടെ ടീമിൽ വരുന്നുണ്ട്. വേണമെങ്കിൽ വന്ന് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ആക്കിയോ. ഭാഗ്യം വിട്ടിട്ടില്ല കേട്ടോ, നമുക്കെല്ലാം ഭാഗ്യമുള്ളത് തന്നെയാണ്. ഓക്കെ, കൺഗ്രാചുലേഷൻ. സംസാരിച്ചോ? എന്താ പറയാ, സന്തോഷായോ? ചെറിയ ഭാഗ്യമാണ്, എന്നാലും സന്തോഷമല്ലേ? ഓ സന്തോഷമുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം, താങ്ക് യു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വെസ്റ്റേജ് കമ്പനിയും ചെയ്യുന്നതിന് കേട്ടോ, നമ്മളൊരു സന്തോഷത്തിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ഓർഗനൈസേഷൻ മാത്രമേ ഈ സംഭവം ഇതുവരെ കണ്ടുപിടിച്ചില്ല, വേറെ ആരും ഇതുവരെ കണ്ടുപിടിച്ചില്ല, ആരും അറിയത്തുമില്ല ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത്. അതിലൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഞാൻ ഈ ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആകെ 24 പേര് മാത്രമേ കൺസിസ്റ്റൻസി ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ലക്കി ഡ്രോ 24 പേരുണ്ടായിരുന്നു. ഇന്നത്തെ ലക്കി ഡ്രോ 167 പേരായി. 1000 പേരുള്ള ലക്കി ഡ്രോ ഉണ്ടാവും നമ്മുടെ ടീമിൽ നിന്ന്. വെച്ചാൽ അങ്ങനെ സമ്മാനം വേറെ ആയിരിക്കും. ഇതല്ല, സമ്മാനം വേറെ ആയിരിക്കും വരുമോ, പ്രൊഡക്റ്റ് അല്ല വരുമോ. ഇത് തൽക്കാലം നമ്മളൊരു ട്രെയിലർ മാത്രമാണ് കേട്ടോ. ഇതിനു ശേഷം കുറച്ചും കൂടെ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നതിന് ശേഷം മൊബൈലുകളും ലാപ്ടോപ്പുകളും ആയിരിക്കും നമ്മൾ ഗിഫ്റ്റായി വരുന്നുണ്ടാവുക. അതിലേക്കുള്ള ഒരു പടിപടിയായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാനൊരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അറ്റം കണ്ടിട്ട് ഞാൻ തിരിച്ചു പോക്കുള്ളൂ. അതുകൊണ്ടാണ് സുരേഷ് ആ കാര്യം പറഞ്ഞത്. ഇന്ന് ആക്ച്വലി വിന്നിങ് ടീമിൻ്റെയും വെസ്റ്റേജ് കമ്പനിയും 2 സ്ട്രാറ്റജി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻകം വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതിൽ പലരും, ഞാൻ ഒരുപാട് കാര്യങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോകില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് വിജയിച്ചിട്ട് അങ്ങ് പോക്കാണ്ടാവും. അതുപോലെ നമുക്ക് മുന്നേ അറിയാം, പഴയ ആൾക്കാർക്ക് 1000 പ്ലാൻ ചലഞ്ചസ് എന്നിട്ട് വിന്നിങ് ടീം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ കുറേ ആൾക്കാർ തുടങ്ങി, അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ നിർത്തി. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും നിർത്തിയിട്ടില്ല. നമ്മൾ 1000 കഴിഞ്ഞ് 5000 പ്ലാൻ കഴിഞ്ഞു. 5000 പ്ലാൻ കഴിഞ്ഞ് ഇപ്പോഴും നോൺ സ്റ്റോപ്പിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത്രയും പ്ലാൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്, അത്രയും വ്യക്തികൾക്ക് പ്ലാൻ കാണിച്ചിട്ടുണ്ട്. എനിവേ, ഞാൻ ഇന്ന് ചെയ്യുന്ന സെഷൻ ഒരുപാട് പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് പറഞ്ഞു തന്നതാണ്.
രാവിലത്തെ CP-യിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഞാൻ എല്ലാ മാസവും ഒരു പ്രാവശ്യം ചെയ്യും. ഇത് വരുമാനം 100% നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഒരു നല്ല ഇൻകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ ചെയ്യുന്നത്. 3 കാറ്റഗറി ആയിട്ട്. ഇതിൽ ആരെങ്കിലും ഇതുവരെ ഓപ്പർച്യൂണിറ്റി കേൾക്കാതെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്ന വ്യക്തിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. അത് നിങ്ങൾ വേണം കേട്ടോ, അത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് പറയുന്ന കാര്യം ബിസിനസ്സിനെ കുറിച്ച് ഇതിൽ ഒരു നല്ല വരുമാനം വാങ്ങിക്കുന്ന ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടോ. പല ആൾക്കാരും പറയും ഞാൻ സ്ഥിരമായിട്ട് ഒരേ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇവരൊന്നും എനിക്ക് മനസ്സിലാവാൻ സാധിച്ചില്ല പറയാറുണ്ട്. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയാം. ഇതിൽ പല ആൾക്കാരും ആ ഒരു 3 ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പല ആൾക്കാരും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നും എനിക്കറിയാം. ഇങ്ങനെ സംഭവം പോലും നിങ്ങൾ അപ്ലൈ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? അറിഞ്ഞിട്ടുണ്ടോ? ആ 3 ഗ്രൂപ്പിൽ ഏടാവാത്ത എത്ര ആൾക്കാർ ഇതിനകത്ത് നോക്കിക്കോ. കുറേ ആൾക്കാർ ഏടായിട്ടില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ച് നല്ല സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും ആ ഗ്രൂപ്പിൽ വന്നിട്ടില്ല. അറിയാനിട്ടാണോ, അറിയിച്ചാണോ, അല്ല എന്നെ കൊണ്ട് പറ്റാനിട്ടാണോ, മടി കൊണ്ടാണോ എനിക്കറിയത്തില്ല. അതിൽ ഒരുപാട് ആൾക്കാർ ഇല്ല അതിനകത്ത്. വരണ്ട ആൾക്കാർ അതിനകത്ത് വന്നിട്ടുമില്ല. എങ്കിലും അതിൽ 100 പേരായിട്ടുമുണ്ട് കേട്ടോ. 100 പേര് അതിൽ ഉണ്ടെന്താണ്. ആ ഗ്രൂപ്പിൽ 100 പേര് വന്നിട്ടുണ്ട്. ഇനി ആരും വരാത്തത് കൊണ്ട് വിഷമിക്കേണ്ട, നമുക്ക് അതിൽ ഏടാക്കാൻ സമയമുണ്ട്. നാളെയും മറ്റന്നാളാഴ്ച നമ്മൾ ഏടാക്കുന്നുണ്ടാവും. ഈ ഒരു പ്രോസസ്സിൽ അതിലുള്ള നിങ്ങൾ അതിൽ നിർത്താതെ 2030 വരെ ആ ഒരു ടീമിനോടൊപ്പം നിങ്ങൾ നിൽക്കുവാണെങ്കിൽ, 2030 വരെ നിങ്ങൾ ആ ഒരു ടീമിനോടൊപ്പം നിൽക്കുവാണെങ്കിൽ, ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തിയോട് ഞാൻ പറയാം നിങ്ങളുടെ വരുമാനം 5 ലക്ഷം രൂപ എത്തിച്ചേരാം. പേപ്പർ ഇതിലുവാണെങ്കിൽ ഞാൻ ഒപ്പിട്ട് തരും. ഗ്യാരണ്ടിയോട് പറയാം 2030 വരെ നിങ്ങൾ ഈ ഒരു ആ ഗ്രൂപ്പിൽ ഞങ്ങളോടൊപ്പം കമ്മിറ്റഡ് ആയി നിൽക്കുവാണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ ഈ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ പുതിയ ആൾക്കാർ ഒന്നും ചോദിക്കേണ്ട. ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, ഒന്നും ചോദിക്കേണ്ട, ഒന്നും മനസ്സിലാകത്തില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷേ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഡൗട്ട് പറഞ്ഞിരുന്നുണ്ടോ. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും അതിൽ ആൾക്കാർക്ക് ഇപ്പോഴൊന്നും മനസ്സിലാവാത്ത കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കൂടെ വ്യക്തമായി പറഞ്ഞിരുന്നത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 3 കാറ്റഗറി 3 ഗ്രൂപ്പിനെ ക്രിയേഷൻ ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഒരു നല്ലോണം പഠിക്കുന്ന നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിയെ എപ്പോഴും അധ്യാപകൻ കൂടുതൽ ഫോക്കസ് ചെയ്യും. അവനെ മാത്രം എല്ലാത്തിനും ആ അധ്യാപകൻ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ മറ്റുള്ള പഠിക്കാത്ത കുട്ടികൾ എപ്പോഴും മനസ്സിലുണ്ടാവും, ഞാൻ എന്തായാലും ഇയാൾ എന്നെ വിളിക്കത്തില്ല, സാർ എന്നെ വിളിക്കത്തില്ല, ആ പഠിക്കുന്ന ചങ്ങായിനെ മാത്രമേ വിളിക്കുള്ളൂ. അപ്പോൾ ആ കുട്ടി എപ്പോഴും അറിയാത്ത വ്യക്തികളില്ല. അതുകൊണ്ടാണ് ഞാൻ 3 കാറ്റഗറി ആക്കിയത്. ഈ ബിസിനസ്സിൽ സ്പീഡായി പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, ഒരു നോർമൽ സ്പീഡിൽ പറ്റുന്ന ആൾക്കാരും, വളരെ സ്ലോയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരെയും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 3 കാറ്റഗറി ആക്കി മാറ്റിയത്. അതിൽ ഞാൻ തിരിച്ചറിഞ്ഞത് ചിലപ്പോൾ ആ ലാസ്റ്റ് കാറ്റഗറി വന്ന വ്യക്തിയായിരിക്കും ഇതിൽ ഏറ്റവും ടോപ്പിൽ പോകുന്നുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? ഏറ്റവും ലാസ്റ്റിലത്തെ ചെറിയ ഗ്രൂപ്പിൽ മടി കൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാർ, മടി കൊണ്ട് മാത്രമാണ് ആ ഗ്രൂപ്പിൽ പോയത്, അല്ലാണ്ട് വേറെ ഒന്നല്ല, പറ്റാത്തതുകൊണ്ടല്ല. അത്രേ പറ്റത്തുള്ളൂ. 50,000 മതി എന്നുള്ള ചിന്തയിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് ആ ഗ്രൂപ്പിലുള്ളത്. പക്ഷെ അവരെല്ലാം തിരിച്ച് മറ്റേ ഗ്രൂപ്പിലേക്ക് വരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്ന് നോ പറയാതിരുന്നത്. പതുക്കെ പതുക്കെ അതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ സെൽഫ് PV, മൈ PV അറിയാലോ. നമ്മുടെ ആപ്ലിക്കേഷനിൽ സുരേഷ് സാർ പറഞ്ഞ ആപ്ലിക്കേഷനിൽ മൈ PV എന്ന് പറഞ്ഞ കോളം, ആ മൈ PV എന്ന് പറഞ്ഞ കോളത്തിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന PV ഫസ്റ്റ് കാറ്റഗറിക്കാർക്ക് 300 PV എല്ലാ മാസവും ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതിൽ ഏകദേശം 7 പേര് ഓൾറെഡി കംപ്ലീറ്റഡ് ആയി. 16-ാം തീയതിക്കുള്ളിൽ തന്നെ കംപ്ലീറ്റഡ് ആയി. കുറേ ആൾക്കാർ 200, 267, 290 PV-യിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു 100 PV-യുടെ ജോയിനിങ്. ഓക്കെ, ഇതിൽ ഈ പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി വേണം, അൺമ്യൂട്ടാക്കി ചോദിക്കാൻ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സെൽഫ് PV 300 PV ആയിരിക്കണം. അതിൽ 100 PV നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനമായിരിക്കണം. നമ്മുടെ വീട്ടിലെ ഹോം കെയർ ഐറ്റംസ്, പാത്രം കഴുകുന്ന, തുണി കഴുകുന്ന ഈ ഐറ്റംസ് ആയിരിക്കണം. അതിൽ 50 PV വീട്ടിൽ ഉപയോഗിക്കാനും 50 PV നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയായിരിക്കണം. നിർബന്ധമായിട്ടും വരുമാനം 5 ലക്ഷം രൂപയാകുമ്പോൾ നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമല്ലോ. ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾ എന്ത് വന്നാലും വെസ്റ്റീജിന്റെ വെൽനസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. എനിക്ക് കിഡ്നിക്ക് ഒരു പ്രോബ്ലം ഇല്ല, എനിക്ക് ലിവറിന് ഒരു പ്രോബ്ലം ഇല്ല, ഹാർട്ടിന് ഒരു പ്രോബ്ലം ഇല്ല, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, എനിക്ക് സപ്ലിമെന്റിന്റെ ആവശ്യമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കഴിച്ചാൽ ഇതൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് നമ്മളെല്ലാവരും എല്ലാ മാസത്തെ പേഴ്സണൽ പർച്ചേസിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഫ്ലാക്സ് ഓയിൽ ഉണ്ടാവും, ഗ്യാൻഡോർമി ഉണ്ടാവും, അലോവേര ഉണ്ടാവും, ആംല ഉണ്ടാവും.
അത് തീർന്നിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും സപ്ലിമെന്റ് ഉപയോഗിച്ച് സീവക്തോൺ ഉപയോഗിച്ചാൽ അത് വാങ്ങിക്കുക. പുരുഷന്മാരുണ്ടെങ്കിൽ എനർജി ബൂസ്റ്റർ വാങ്ങിക്കാം, പ്രോസ്റ്റേറ്റ് കെയർ വാങ്ങിക്കാം. ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങളുടെ സെൽഫ് പർച്ചേസിങ്ങിൽ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി 50 PV, വീട്ടിലെ ആവശ്യത്തിന് പാത്രം കഴുകാനും തുണി കഴുകാനും നിങ്ങളുടെ ഐറ്റംസ് ഒരു 50 PV നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് പറ്റുന്ന ഫസ്റ്റ് ഗ്രൂപ്പിലെ ആൾക്കാർക്കും സെക്കൻഡ് ഗ്രൂപ്പിലെ ആൾക്കാർക്കും അതുള്ളതാണ് 100 PV എന്നുള്ളത് കാര്യം. ഓക്കെ. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മളൊരു ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇതിൽ ഞാൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പല ആൾക്കാർ മൈൻഡ് സെറ്റിൽ 300 PV ആണല്ലോ ഷാജി സാർ പറഞ്ഞിരിക്കണേ, അത് ഞാൻ തന്നെ വീട്ടിലേക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചോളാം. അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്, സ്വന്തം ആവശ്യത്തിന് വാങ്ങിച്ച് ഉപയോഗിച്ച ആൾക്കാരുണ്ട്. 300 PV ആണല്ലോ ഷാജി സാർ പറഞ്ഞിരിക്കണേ, അത് ഞാൻ ആരെയും കൊണ്ടെങ്കിൽ വാങ്ങിപ്പിച്ചിട്ട് 300 PV ആയിക്കോളാം, ഞാൻ കോൾഗേറ്റ് ഉപയോഗിക്കാം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് സാധനം മാത്രം ഉപയോഗിച്ചിട്ട് 300 PV നാട്ടുകാരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടും ആ ഗ്രൂപ്പിൽ വന്ന ആൾക്കാരുണ്ടാവും. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ഇത് കളിയാക്കുന്നതല്ല. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരുമാനം വേണമെങ്കിൽ ഇത് തന്നെ ചെയ്യണം, ഞാൻ പറയുന്നത് തന്നെ ചെയ്യണം. 50 PV നിങ്ങൾ വീട്ടിൽ ഹോം കെയറിന് ഉപയോഗിക്കുക, 50 PV നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, 100 PV ആയി. ബാക്കി 200 PV നിങ്ങൾ ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇന്ന് തന്നെ നാളെ തന്നെ നിങ്ങളുടെ ബന്ധക്കാരുടെ വീട്ടിൽ കല്യാണം, നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം എൻഗേജ്മെന്റ് വരുവാണ്, 10 പേരെ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ കല്യാണത്തിന്റെ എൻഗേജ്മെന്റ്, മകളുടെ കല്യാണം നിശ്ചയം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ 10 പേരെ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാർ വിളിക്കാൻ പറ്റത്തില്ല, ബിരിയാണി 10 പേർക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെ ഇൻവൈറ്റ് ചെയ്യുക? 10 പേരെ. ആ 10 പേരുടെ പേര് എഴുതി വെക്കുക. എന്നുവെച്ചാൽ ആ വീട്ടിൽ പോവുക. ആ വീട്ടിൽ പോയിട്ട് നമ്മളൊരു പേസ്റ്റും ഒരു സോപ്പും കുക്കിംഗ് ഓയിൽ ഇച്ചിരി 1/2 ലിറ്റർ ആക്കിയിട്ട് കൊടുക്കുക, 1/2 ലിറ്ററിന്റെ ബോട്ടിലാക്കിയിട്ട് കൊടുക്കുക. നിങ്ങൾക്കൊരു 10 കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, നിർബന്ധമായിട്ടും അത് സാധിക്കും. കാരണം അത്രയ്ക്കും നല്ല പ്രൊഡക്റ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം അവിടെ നിന്ന് എത്തിച്ചാൽ മതി, ഒരു പ്രാവശ്യം അതിന്റെ ക്വാളിറ്റി ലെവലിലേക്ക് എത്തിച്ചാൽ മതി, അവർ പിന്നെ സ്ഥിരം കസ്റ്റമർ ആവുന്നുണ്ടാവും. അതിങ്ങനെ ഒരു 200 PVയുടെ ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നടന്ന് സെയിൽ ചെയ്യുന്നതാവാൻ പാടില്ല. ഒരു പ്രാവശ്യം കൊടുക്കാൻ മാത്രം നിങ്ങൾ അവരെ കണ്ടെത്തുക. രണ്ടാമത്തെ പ്രാവശ്യം അവർ വന്ന് ചോദിക്കും. രണ്ടാമത്തെ പ്രാവശ്യം അവർ ചോദിച്ചിട്ടില്ല, സാധനം വില കൂടുതലാണ്, ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും വന്ന് ചോദിച്ചാൽ പോലും കൊടുക്കാനും പാടില്ല. സാധനം ഇല്ല, നിങ്ങൾക്ക് തരാൻ സാധനം വെസ്റ്റേജ് ഇല്ല എന്ന് പറഞ്ഞേക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? കാരണം ആരെങ്കിലും ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതിൽ വിജയിക്കുന്നുള്ള ഉറപ്പ് കൊണ്ടാണ് നിങ്ങൾ അത് വാങ്ങിക്കാത്തത്, ക്വാളിറ്റി ഇല്ല എന്ന് ചെല്ലാന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പിറകെ പോവാതെ ഒരു 10 ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ 200 PV നിങ്ങൾ പുറത്ത് തന്നെ ആക്കണം, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുണ്ട് കേട്ടോ. അതിന് അഥവാ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും PV മാറിപ്പോലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ആ തിങ്കിങ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്യില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നവരോ, എല്ലാ മാസം 300 PV ഷാജി സാറിന് വേണ്ടി ഞാൻ ചെയ്യാണ്, അദ്ദേഹം പറഞ്ഞില്ല 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചു തരാമെന്നുള്ളത്, അതുകൊണ്ട് 300 PV ഞാൻ ഒന്നിക്ക് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ആർക്കും കൊടുത്ത്. അത് മാത്രം ഇമ്പ്രൂവ്മെന്റ് വരണം. എല്ലാ മാസവും ഒരു 10%. ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പേര് 128 പേരുണ്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മാത്രമേ എത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു, പല ആൾക്കാർ മീറ്റിങ്ങിൽ വരുന്നത് പേര് കാണിക്കാൻ മാത്രമാണ്. ഞാൻ ഒരുപാട് ആൾക്കാർ വാച്ച് ചെയ്തിട്ടുണ്ട്. പേര് എനിക്ക് ആരുടെ പേരും കാണണ്ട, നിങ്ങൾക്ക് ചെയ്യണം, വിജയിക്കണം ആഗ്രഹം മാത്രം ചെയ്താൽ മതി. ഓക്കെ. ഈ ഒരു കാര്യം ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 100 + 200. അടുത്ത സ്റ്റെപ്പ് നോക്കുക. ഇതിൽ പല ആൾക്കാരും 300 കഴിഞ്ഞു, 100 + 200 കഴിഞ്ഞു. ഓക്കെ. ഇനിയുള്ള സ്റ്റെപ്പ് എന്താ വെച്ചാൽ 31-ാം തീയതി വരെ ടൈം ഉണ്ട്. ഈ 31-ാം തീയതി വരെ ടൈമിനുള്ളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ജോയിനിങ്, 100% ഒരു ജോയിനിങ് വേണം. പക്ഷെ ഒരു ജോയിനിങ് ആക്കിയിട്ട് ആ വ്യക്തി സാധനം വാങ്ങിക്കുന്നവരെ കാത്തിരുന്നാൽ ആ മാസം തീരും. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ജോയിനിങ് ആക്കുക. ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ പറയും ഇത് സൂമിലേക്ക് വരണ്ടേ? ആൾക്കാരോട് പറയുന്നുണ്ട് സൂമിലേക്ക് വരുന്നില്ല സാറേ എന്നാ നിങ്ങളുടെ പ്രശ്നം എന്ന് എനിക്കറിയാം. അല്ല, അത് തന്നെ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരുവാണെങ്കിൽ അവസാനം ഇരിക്കുവാണെങ്കിൽ ഒരു 90% ആൾക്കാരും ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 90%, 10% ദൈവം വരിച്ചാൽ നടക്കാത്ത കേസ് കിട്ടാം, ഒരു രക്ഷയില്ല. ബാക്കി 90% ആൾക്കാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ സൂമിലേക്ക് വരാൻ മടി കാണിക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ കുറച്ച് ദിവസം, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ ഒരു റെക്കോർഡ് വീഡിയോ അയച്ചു. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ചെയ്ത സെഷൻ കുറച്ച് നല്ല സെഷനാണ്. എനിക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് തോന്നിയിട്ടില്ല. ആ സെഷൻ കേട്ട് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ റെക്കോർഡ് സെഷൻ, ഈ സൂമിലേക്ക് വരാനും മടി കാണിക്കുന്ന നിങ്ങൾ പറഞ്ഞു ഈ സൂമിലേക്ക് വരാൻ സമയമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഈ 4 ഹവറിന്റെ 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് 30,000 സാധനം വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് വരാത്തത്, വേറെ ഒന്നുമില്ല. അവർക്ക് നിങ്ങളോട് ദേഷ്യമോ സൂമിനോട് പരാതി അവർക്കില്ല. അവർ വരാത്തത് അവർ 5 സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് സമയം കളഞ്ഞു, 30,000 സാധനം വാങ്ങിച്ച് വീട്ടിൽ വെറുതെ കിടക്കുക, അതുകൊണ്ടാണ് വരാത്തത്. അപ്പൊ അവർക്ക് ഇതല്ല, ആ ഒരു 4 ഹവർ അല്ല, ഫിജി കാർഡല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ റെക്കോർഡ് സെഷൻ. സൂമിലേക്ക് വരാത്ത വ്യക്തിക്ക് ഒന്ന് അയച്ചു കൊടുക്കുക.
ഇതൊന്ന് കേട്ട് നോക്കൂ എന്ന് പറയാനുള്ള ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. ഇതെന്തിനാ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം വാട്സപ്പ് ഡേഞ്ചറായി മാറിക്കൊണ്ടിരിക്കുക. 5 കൂടുതൽ ആൾക്കാർക്ക് വായിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് സ്പാം ആയിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും പരാതിയല്ല വാട്സപ്പ് സ്പാം ആവണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ച പാടെ ഒരാൾക്ക് അയക്കുക. കുറച്ച് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വെച്ച് ഒരാൾക്ക് അയക്കും. വൈകുന്നേരം രാത്രി ഉറങ്ങുന്നതിന് 5 പേർക്ക് അയച്ചാൽ മതി. അപ്പൊ സ്പാം വരത്തില്ല. 5 പേർക്ക് കൂടുതൽ അയക്കും വേണ്ട. ഡെയിലി ഒരു 5 പേർക്ക് നിങ്ങൾ നിർബന്ധമായും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിർബന്ധമായിട്ടും സൂമിലേക്ക് വരാത്ത ആൾക്കാർ കേട്ടോ, വരുന്ന ആൾക്കാർ വന്നോട്ടെ, സൂമിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ ആൾക്ക് മാത്രം ഒരു 5 പേർക്ക് അയക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ 30 ദിവസം ഇൻറ്റു 5 150 പേർക്കെങ്കിലും നമ്മളെ റെക്കോർഡ് സെഷൻ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? 150 പേര് ഒരാൾക്ക് ഒരു മാസം കൊണ്ട് റെക്കോർഡ് സെഷൻ കേൾപ്പിക്കാൻ സാധിക്കും. എങ്ങനെ കറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാലും ഈ 150-ൽ ഒരു 5 ആളെങ്കിലും നിങ്ങളെ കൂടെ ഐഡിയ എടുക്കാൻ വരും സുഹൃത്തുക്കളെ. 100% ഞാൻ ഗ്യാരണ്ടിയോട് പറയാം. നിങ്ങൾ എഴുതി വെച്ച് വർക്ക് ചെയ്തോ. നിങ്ങൾക്ക് അതിൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ 5 പേരെ ജോയിൻ ആക്കി തരും, ഗ്യാരണ്ടിയോട് പറയാം. പക്ഷെ നിങ്ങൾ അയച്ച 5 പേരുടെ നമ്പർ എനിക്ക് അയച്ചു തരണം. ഗ്യാരണ്ടിയോട് ഞാൻ പറയാം 5 ജോയിനിങ് ഞാൻ ആക്കി തരും, ആർക്കും ആയിട്ടില്ലെങ്കിൽ. ഞാൻ സത്യമായിട്ട് പറയണം, നിങ്ങൾ റെഡിയാണോ? ഈ 135 പേർ റെഡിയാണോ? നിങ്ങൾക്ക് ഈ ഒരു ഇന്ന് ഡിസംബർ 16 ആണെങ്കിൽ ജനുവരി 16-നുള്ളിൽ ഒരു 5 പേരുടെ ജോയിനിങ് ആക്കാൻ എനിക്ക് സാധിക്കും. ക്ലിയർ ആണോ? റെഡിയാണോ? നാളെ മുതൽ ഡിസംബർ 17 മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഏതെങ്കിലും പോയി ഗ്രൂപ്പുകളിൽ പോയി നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കാണുക, അല്ല ഇത് നമ്പർ എടുക്കുക. പക്ഷെ ഒരുമിച്ച് 5 പേർക്ക് അയച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. വാട്സപ്പ് സ്പാം ആവും. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് അക്സെപ്റ്റ്. 5 പേർക്ക് ഒരുമിച്ച് അയക്കരുത്. വാട്സപ്പ് ഡേഞ്ചറാണ്. ഒരാൾക്ക് അയക്കുക. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാൾക്ക് അയക്കുക. ഒരു വൈകുന്നേരത്തെ ചായ കഴിഞ്ഞിട്ട് ഒരാൾക്ക് അയക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങുന്ന മുന്നേ അങ്ങനെ 5 പേർക്ക് അയച്ചേക്കാം. ബ്ലോക്ക് വരാൻ സാധ്യത കുറവാണ്. അഥവാ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് കമ്പനി ഇതാക്കിയായിരിക്കും, എനിക്ക് അറിയത്തില്ല. പക്ഷെ എങ്കിലും അങ്ങനെ ബ്ലോക്ക് ആയിട്ട് ഒന്ന് ക്ഷമിക്കണം. അടുത്ത പ്രാവശ്യം അത് 5 വേണ്ട 1-2 ആൾക്ക് മാത്രം ആക്കിയാൽ മതി. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നത് 30 ദിവസം 150 പേർക്ക് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും. ബാക്കിയുള്ള ആൾക്കാർ സൂമിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും ഒന്നും സൂമിൽ ആൾക്കാരെ കൊണ്ടുവരുത്തുന്നില്ല. തീരെ കൊണ്ടുവരാതെ 1 വർഷം വെച്ച് കൊണ്ടുവരാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 6 മാസം വെച്ച് ഒരാളെ പോലും സൂമിൽ എത്തിക്കാത്ത ആൾക്കാരുണ്ട്. ശ്രമിക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഒരാളോട് മാത്രം പറഞ്ഞിട്ട് അയാൾ കയറാതെ വിഷമത്തിലാണോ, അയാളോട് ദേഷ്യം കൊണ്ടാണോ ആൾക്കാരെ കൊണ്ടുവരുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾക്കാണ് വിജയിക്കേണ്ടത്, വരുമാനം വാങ്ങിക്കേണ്ടത് നിങ്ങളാണ്, ഇതിൽ കൊണ്ടുവരേണ്ടത് ആൾക്കാർ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ പ്രോസസ് ചെയ്യുക. അത് എല്ലാ ദിവസവും ചെയ്യണം. എങ്കിൽ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഓക്കെ ആയി. 100+200+ ഒരു ജോയിനിങ് 100 PV. ഇതാണ് മെയിൻ ഏറ്റവും ടോപ്പിലുള്ള ഹയസ്റ്റ് ടാർഗറ്റാണ്. 100 PV സെൽഫ് PV, 200 PV ലോയൽ കസ്റ്റമർ, ഒരു ന്യൂ ജോയിനിങ് നമുക്ക് വേണം. അതിന് ഒരാളെ മാത്രം ഐഡിയ എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി 100 PV ഒന്നും ചെയ്യത്തില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം ഉദാഹരണത്തിന് പറയാം, വിനു ബേബിയാണ് എന്ന് പറയുന്നത് വെച്ചാൽ വിനു ബേബിയാണ് ചെയ്യുന്നത്. 300 PV അദ്ദേഹം എങ്ങനെയോ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത് വീട്ടിൽ ഉപയോഗിച്ച് ചെയ്തത്. ഒരാളെ ജോയിനിങ് ആക്കി. കാര്യമൊക്കെ ഇനി ആ പർച്ചേസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാജി സാറ് പറഞ്ഞ ആ സാധനം സെറ്റായി എന്ന് പറയല്ലേ. അങ്ങനെയല്ല വിനു ചെയ്യേണ്ടത്. ഒരു 4-5 പേരെ ജോയിനിങ് ആക്കാം. ചിലപ്പോൾ ആ വ്യക്തി 100 PV പറഞ്ഞ് നിർത്തിപ്പോയേക്കാം. അല്ലേ? അതുകൊണ്ട് 5 പേര് ഐഡിയ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവരോട് പറയാം, നിങ്ങൾ ഒരു എന്തെങ്കിലും സാധനം വാങ്ങിച്ചു, ഒരു 20 PV സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ. ഈ 5 പേര് 20 PV ചെയ്ത് നിങ്ങൾ 100 ടാർഗറ്റ് ഓക്കെ. അല്ലേ? ഞാനീ പറഞ്ഞ 100 PV ആണ് ഒരു ജോയിനിങ് പറഞ്ഞെങ്കിൽ 5 പേര് ജോയിൻ ചെയ്തിട്ട് 20 PV ചെയ്തോട്ടെ, ആ 100 ടാർഗറ്റായി. ഇനി അഥവാ 4 പേര് ചെയ്തിട്ട് 80 ആയിക്കോട്ടെ, കുഴപ്പമില്ല, നഷ്ടമൊന്നുമില്ല. അവിടെ ഒന്നും നിങ്ങൾ പരാജയപ്പെടില്ല. ഈ പറഞ്ഞ 5 ലക്ഷത്തിൽ എത്താൻ പറ്റും. ഒരു 5 പേരെങ്കിലും നമുക്ക് ഐഡിയ എടുത്ത് 20 PV എങ്കിലോ അല്ലെങ്കിൽ 30 PV എങ്കിലോ അതിൽ ആരെങ്കിലും ഒരാൾ 50-60 ചെയ്യുന്നുണ്ടാവും. ആ 100 ഓവർ ആയിട്ടുണ്ടാവും, കവറായി പോയിട്ടുണ്ടാവും. ഈ കാര്യം വിനു ബേബിയുടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ 5 പേര് ഒരു 20 PV-യോ 10 PV-യോ 60 PV-യോ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം അവർ നിർബന്ധമായിട്ടും കൺസിസ്റ്റൻസിലേക്ക് വരുന്നുണ്ടാവും സുഹൃത്തെ. ആദ്യത്തെ പ്രാവശ്യം 20 PV-യോ 10 PV ചെയ്തെങ്കിൽ പോലും അടുത്ത മാസം നമ്മുടെ ടീമിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആദ്യം വാങ്ങിക്കുമ്പോൾ സോപ്പും വേസ്റ്റേ വാങ്ങിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും 1-2 സാധനം വാങ്ങിക്കത്തുള്ളൂ. പക്ഷെ പിറ്റത്തെ മാസം മുതൽ 100 PV ആവുന്നുണ്ട്. ഇല്ല, എല്ലാവർക്കും അറിയാം. പഴയ ലീഡർമാർക്ക് അറിയില്ലേ? എല്ലാവരും 100 PV 300 PV ഒക്കെ ആയിട്ടുണ്ട് ആൾക്കാർ. കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്ത ആൾക്കാർ വരെ 300 PV ചെയ്തിട്ടുണ്ട്. അതും ഇതിന് കേരളത്തിൽ ആഫ്രിക്കയിൽ ഇരുന്നുകൊണ്ട് 300 PV ചെയ്ത ആൾക്കാരുണ്ട്. ആഫ്രിക്കയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിൽ 300 PV ചെയ്ത ആൾക്കാരുണ്ട്. കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്ത ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചയായിട്ടുള്ളൂ 300 PV ആഫ്രിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വേണമെന്ന് വെച്ചാൽ ചക്ക എവിടെയോ കായ്ക്കുന്നു വന്നിട്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ലക്ഷ്യങ്ങൾ വേണമെങ്കിൽ, നിങ്ങൾ റെഡി ആണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അത് എത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ 136 പേര് ഇത് ചെയ്യുകയാണെങ്കിൽ
ഞാൻ പറഞ്ഞ 100% അവിടെ എത്തിക്കാൻ സാധിക്കും. 2030 കൊണ്ട് നമ്മുടെ അബ്ദുൽ കരീംക്ക് പറഞ്ഞ പോലെ 2030 പോരാ സാർ, എനിക്ക് 2028 സാർ പറഞ്ഞ് 5 ലക്ഷം വേണമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ വേണ്ടത്. 2030 എനിക്ക് കാത്തിക്കാൻ സമയമില്ല, എനിക്ക് 2028 വേണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാർ റെഡിയാണോ? 30 വരെ പോകാൻ സമയമില്ല, 2028 വാങ്ങിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ സ്പീഡ് കൂട്ടിയാൽ മതി. ഈ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒന്ന് സ്പീഡ് കൂട്ടിയാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. 300 PV ഏകദേശം 9,000 10,000 രൂപയുടെ ഒരു സാധനമാണ്. അത് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഉപയോഗിക്കാനും കുറച്ച് പുറത്ത് കൊടുക്കാനും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ 100 PV സാധനം നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ അത്ര പൈസ വേണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ല, എനിക്കറിയാം നിങ്ങൾ ചിന്തിക്കുന്ന സാധാരണക്കാരനാണ്. 3,000 രൂപയുടെ സാധനം വീട്ടിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ എന്ത് വന്നാലും പാത്രം കഴുകാതെ തുണി കഴുകാതെ നിങ്ങൾ ആരും നിൽക്കത്തില്ല, എനിക്കറിയാം. അല്ല, ആ സാധനം വാങ്ങിക്കുമ്പോൾ ഏകദേശം 50 PV ആവും. നിങ്ങളൊന്ന് ഇന്ന് വന്ന് കാസ്റ്റ് ചെയ്ത് നോക്കൂ. പാത്രം കഴുകുന്ന, തുണി കഴുകുന്ന, തറ കൊടുക്കുന്ന സാധനം സുരേഷ് സാറെ ഇനി പുലിയാണ്, ഇപ്പം തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. ഒരു പാത്രം കഴുകുന്ന, തുണി കഴുകുന്ന, ചായപ്പൊടിയും കോഫി പൊടിയും കുക്കിംഗ് ഓയിലും എത്ര PV ആണ് അദ്ദേഹം വേണമെങ്കിൽ ഇപ്പം ഗ്രൂപ്പിലിട്ടിട്ട് 50 PV ആയിട്ടുണ്ടാവും. ഈ കാര്യത്തിൽ അദ്ദേഹം ഫാസ്റ്റാണ്. ഇപ്പം തന്നെ വേണമെങ്കിൽ ആ ഗ്രൂപ്പിലിടും. ഒരു നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഹോം കെയർ ഐറ്റംസ് മാത്രം നോക്കി 50 PV ആയിട്ടുണ്ടാവും. വേണമെങ്കിൽ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഇട്ടാൽ അദ്ദേഹം. പിന്നെ ബാക്കി നിങ്ങൾക്കുള്ള അലോവേര, ഫ്ലാക്സ് ഓയിൽ, കുറച്ച് നമ്മൾ അത്യാവശ്യം തുളസി ഡ്രോപ്സ് ആമിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 50 PV ആയി. നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് 1,500 രൂപയുടെ സാധനം, നമ്മൾ ആരോഗ്യത്തിന് 1,500 രൂപയുടെ സാധനം. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100 PV ആയി. പുറത്ത് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ 200 PV ആവും. ആയിട്ടില്ലെങ്കിൽ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യും, ഒന്ന് കഷ്ടപ്പെടും. അല്ലേ, നമ്മളെ വീട്ടിലൊരു കല്യാണം അടുത്ത ആഴ്ച കല്യാണം വീട്ടിലുണ്ട്. 12 പണിയായിട്ട് പെയിന്റിന്റെ പണി തീർന്നിട്ടില്ല, ഒരാഴ്ച സമയമുള്ളൂ. എന്താ ചെയ്യുക? ഒന്നും കൂടെ ഉറക്കം വണിച്ചിട്ട് നമ്മൾ പെയിന്റ് അടിക്കത്തില്ലേ? അല്ലേ, കല്യാണം അടുത്ത് പോയി, പെയിന്റ് പണി തീർന്നിട്ടില്ല, മതിലിന്റെ തേപ്പ് തുടങ്ങിയതേ ഉള്ളൂ, ഗേറ്റിന്റെ പണി ബാക്കി. ഇതെല്ലാം നമ്മൾ പെടച്ചിട്ട് കല്യാണത്തിന് മുന്നേ തീർക്കൂലേ? അതുപോലെ തീർക്കും, അതുപോലെ ചെയ്യും. കുറച്ച് കസ്റ്റമറെ കണ്ടുപിടിച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് 100 PV പ്ലസ് 200 PV ചെയ്യുന്നത്. ഇതിനെ ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ, ഇവിടെ തീർന്നില്ല. ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂഷൻ, ഇതെങ്ങനെയാണ് 5 ലക്ഷത്തിൽ പോകാന്നുള്ള കൺഫ്യൂഷൻ ഇല്ലേ? ഇല്ലേ? അതെങ്ങനെയാ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത മാസം നിങ്ങളിൽ ആ 100 PV നിങ്ങളെ സെൽഫി അങ്ങനെ തന്നെ കൊടുത്തിട്ട് രണ്ടാമത്തെ ലോയൽ കസ്റ്റമറിൽ ഒരു 10% ഇൻക്രീസ് ആവണം. 10% കസ്റ്റമറിൽ ഇൻക്രീസ് ആവണം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ഹെയർ ഓയിലോ ഒരു ഷാമ്പോ ഒരു തുളസി ഡ്രോപ്സോ വാങ്ങിക്കുന്ന ഒരു പുതിയ കസ്റ്റമറെ, അല്ലെങ്കിൽ ഒരു കുക്കിംഗ് ഓയിൽ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറെ പുതുതായിട്ട് കണ്ടെത്താൻ ശ്രമിക്കണം അടുത്ത മാസം. ക്ലിയർ ആണോ? ഒരു 10% ഇൻക്രീസ് അവിടെ വരണം നമ്മൾ സെൽഫ് PV. 300 PV 310എങ്കിലും 320എങ്കിലും അല്ലെങ്കിൽ 330എങ്കിലും ആവാൻ ശ്രമിക്കുക. ഈ മാസം പല ആൾക്കാരും 360 ആയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോഴേ ഇൻക്രീസ് ആയി. അല്ല, ഈ മാസം 7-8 പേര് 300 കഴിഞ്ഞവരൊക്കെ 330 340 ആൾക്കാരാണ് ഇൻക്രീസ് ആയിട്ട് ഓൾറെഡി. ഇവിടെ അടുത്ത മാസം നിങ്ങൾ പുതിയൊരു ജോയിനിങ് ഉണ്ടാവും. ഈ മാസം 100 PV ചെയ്ത 5-6 പേര്, കുറച്ച് ചിലപ്പോൾ 10-20 ചെയ്തെങ്കിൽ ഈ 5-6 പേരും അവരെ ബിസിനസ് തുടങ്ങുന്നുണ്ടാവില്ലേ? അവരും നിങ്ങളുടെ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അടുത്ത മാസം ജനുവരി മാസം ഈ 300-ഉം 300 പ്ലസ് 10% ഇൻക്രീസുമായി മാറി ഒരു ന്യൂ ജോയിനിങ് അടുത്ത മാസത്തേക്ക് കണ്ടെത്താൻ വേണ്ടി ഒരു മാസം വർക്ക് ചെയ്യുന്നുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ ഇതേപോലെ ആ യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടും സൂമിലേക്ക് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുന്ന ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു 5-6 ജോയിനിങ് നടക്കും സുഹൃത്തുക്കൾ. 5-6 ജോയിനിങ് നടക്കാതിരിക്കത്തില്ല. ഈവൻ സുനിലേട്ടൻ, നമ്മൾ ആലപ്പുഴ സുനിലേട്ടൻ അടക്കം ഒന്ന് ശ്രമിക്കണം. നമുക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. ഒന്നിച്ച് സൗദിയിൽ ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അവരൊക്കെ സംസാരിക്കുക, ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർ സൂമിലൊന്നും വരണ്ട സുനിലേട്ടാ. ആ ഗ്രൂപ്പിൽ 10-15 പേര് ജോയിൻ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ അയച്ചു കൊടുത്ത് അവർ കേൾക്കട്ടെ, ജോയിൻ ചെയ്തിട്ട് അവർക്ക് നഷ്ടം അത്രയും, നമുക്ക് നഷ്ടമൊന്നുമില്ല. അവർ കയറി ഇല്ല വന്നു. പക്ഷെ ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ സുനിലേട്ടൻ ഞാൻ പറയുകയാണ്, ഈ 17 നാളെ 17ആണ്, 31 സുനിലേട്ടൻ നാളെ 3 ജോയിനിങ് ആവും. ഗ്യാരണ്ടി ഞാൻ പറയും. ഇല്ലെങ്കിൽ ഞാൻ 3 പേര് ഞാൻ ആക്കി തരാം. നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ട് മാത്രമാണ് വരാത്തത്. നമ്മൾ ആ ഗ്രൂപ്പിൽ 5-6 പേരുണ്ട്. ആ 5-6 പേര് ഐഡിയ എടുത്ത ആൾക്കാരായിരിക്കും, ചിലപ്പോൾ സാധനം വാങ്ങിക്കാത്ത ആൾക്കാരായിരിക്കും, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ പുതുതായിട്ട് കുറച്ച് വ്യക്തികൾ കണ്ടുപിടിക്കാനും ആ വ്യക്തികൾക്ക് വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സൂമിലേക്ക് വരാത്ത ആൾക്കാർ അത് ശ്രമിക്കുക. ഈ ഓൺലൈൻ സൂമിലേക്ക് ആൾക്കാർ കൊണ്ടുവരുന്ന ആൾക്കാർ പരിപാടി നിർത്തിയൊക്കെ കേട്ടോ. അത് കണ്ടിന്യൂ പ്രോസസ്സിൽ പോയിക്കാണ്. ഈ കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്. ഈ തീരെ കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാർ ഈ കാര്യം ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ടീമിന് ഭയങ്കര അപാരമായ ഗ്രോത്തിലാണ്. അതിൻ്റെ ഇരട്ടിയിലധികം ഗ്രോത്തായി മാറും. ക്ലിയർ ആവുന്നുണ്ടോ? ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ ക്ലാരിറ്റി വേണം, അൺമ്യൂട്ടാക്കി ചോദിക്കാം. ചോദിച്ചോളൂ. ക്ലിയർ ആണ്? ക്ലിയർ ആണ് സാറേ. ഓക്കെ. സാറേ,
പിന്നെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഒത്തിരി പേർക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ യൂട്യൂബിലുള്ള മീറ്റിംഗ് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പൊ അത് വെച്ച് ആൾക്കാർക്ക് കയറാൻ താല്പര്യമുണ്ട്. പക്ഷെ അതെങ്ങനെയാ സാറേ? താല്പര്യമുണ്ടെങ്കിൽ ഐഡിയ അവർ ഐഡിയ എടുക്കണം. എടുത്ത് കൊടുക്കുക. ആ അവർക്ക് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ജോലിയൊക്കെ ഉള്ളതുകൊണ്ടേ. അത് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ജോലിക്ക് കാര്യം തരും. ഈ യൂട്യൂബ് വീഡിയോ സ്റ്റാർ ചെയ്ത് വെക്കുക. നിങ്ങളുടെ മൊബൈലിൽ സ്റ്റാർ ചെയ്ത് വെക്കുക. അതിന് താഴെ തന്നെ സ്റ്റാർ ചെയ്യാനല്ല, അത് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ചെയ്യാൻ പറ്റും. അത് സ്റ്റാർ ചെയ്ത് വെക്കുക. അതേപോലെ ഐ ഡി എടുക്കുന്ന ഡീറ്റെയിൽ, ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, അതിൽ നിന്ന് സ്റ്റാർ ടൈപ്പ് ചെയ്ത് സ്റ്റാർ ചെയ്ത് വെക്കുക. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതിനുശേഷം ആ വീഡിയോ കണ്ട ശേഷം ഓക്കെ ആണെങ്കിൽ ഇതങ്ങ് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ ഡീറ്റെയിൽ ഐ ഡി എടുക്കാൻ തരും. ഐ ഡി എടുക്കാൻ നിങ്ങൾ പഠിക്കണം, ഐ ഡി എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഗ്യാരണ്ടിയോട് പറയാം. നിങ്ങൾ നാളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് സാർ ഇന്ന് പറഞ്ഞ സെഷൻ ആ കാര്യം ഞാൻ ഇന്ന് ചെയ്തപ്പോൾ എനിക്ക് ഒരു ജോയിനിങ് ആയെന്ന് പറഞ്ഞ് നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ അഭിപ്രായം ഷെയർ ചെയ്യൂ. അഭിപ്രായം ഷെയർ ചെയ്യും. സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുമ്പോ ഓരോരുത്തരും മടിച്ചു പോവുക. പക്ഷെ അപ്പൊ ഞാൻ എന്റെ യൂട്യൂബിലുള്ള ഇത് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പൊ രണ്ടുപേര് വന്നിട്ട് പറഞ്ഞു ഈ ആൾക്കാർ സൂമിലേക്ക് വരാത്ത ആൾക്കാർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ റെക്കോർഡ് സെഷൻ അയച്ചെടുക്കുന്നത് ജോയിനിങ് മസ്റ്റ് ആയിട്ട് ആവുന്നുണ്ട്. നിങ്ങൾ 150 പേർക്ക് ഒരു മാസം അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഏറ്റവും ലോ ആയിട്ട് 5 ജോയിനിങ് ഉണ്ട്. 5 അല്ല അതിൽ കൂടുതൽ ജോയിനിങ് ഉണ്ടാവും. 100% ആവും. അങ്ങനെ ചെയ്തിട്ട് എടുക്കാല്ലേ സാർ ഐ ഡി? അങ്ങനെ ചെയ്ത് ഐ ഡി എടുത്തതിന് ശേഷം അവള് പറയേണ്ടത്, പിന്നെ അവർ വന്നോളും. ഈ റെക്കോർഡ് സെഷൻ കേട്ട് സൂമിലേക്ക് വരുന്നോളും. വന്നിട്ടില്ലെങ്കിൽ അവർ വരുത്തിക്കാം. നമുക്ക് എൻ്റെ നമ്പർ കൊടുക്കും. ഇത് ആ സെഷൻ ചെയ്ത സാറിൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ വിജയിക്കണം എന്ന് ആഗ്രഹം എൻ്റെ നമ്പർ കൊടുക്കുക. ഞാൻ പിന്നെ അവരെ കറണ്ട് മീറ്റിൽ എത്തിച്ചോളാം കേട്ടോ. ഞാൻ രാഘവൻ സാറിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു, യൂട്യൂബിൽ വരുന്നതൊക്കെ. അപ്പൊ അവർക്ക് താല്പര്യമുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് വരുന്ന വ്യക്തിക്ക് ഹെൽത്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് സെഷൻ അയച്ചു കൊടുക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്ന വ്യക്തിക്ക് ഈ പ്ലാൻ പ്രസന്റേഷൻ തന്നെ അയച്ചു കൊടുക്കും കേട്ടോ. നിങ്ങൾ വരുന്നുണ്ടാവും ക്യാൻസറിനെ കുറിച്ച് രാഘവ സാർ പറഞ്ഞ് അയച്ചു കൊടുത്താൽ അവർ ജോയിൻ ചെയ്യുന്നോ അല്ലെങ്കിൽ ഹാർട്ടിന് പ്രൊഡക്റ്റ് സെഷൻ എല്ലാം ആദ്യം അയക്കണം കേട്ടോ. അതല്ല സാറേ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു, മുട്ടുവേദനയുടെ ഇതിന്റെ ഇത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ചോദിച്ചു. അപ്പൊ ഞാൻ രാഘവൻ സാറിന്റെ ക്ലാസ് ഇട്ട് കൊടുത്തായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ യൂട്യൂബ് വീഡിയോ അയച്ചു കൊടുത്ത് ഒരു വ്യക്തി ഓക്കെ ആണ് ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ച സമയത്ത് ഐ ഡി എടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അവർ സൂമിലേക്ക് വരുന്നില്ലെങ്കിൽ വേറൊരു സെഷൻ ഉണ്ട്. നമ്മുടെ വിഷ്ണുമോഹൻ സാർ ചെയ്ത സെഷൻ ഇല്ല, CND എന്ന് പറഞ്ഞ പ്രോഗ്രാം മലയാളത്തിലുള്ള ആ സെഷൻ കൂടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ബിസിനസ് ഒന്നും കൂടെ ക്ലിയർ ആവും. രണ്ടാമത്തെ സെഷൻ അയച്ചു കൊടുക്കുക. അത് ഭീമ മേഡം, സുരേഷ് സാർ, വിനോദ് സാർ എല്ലാവരും ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ലീഡേഴ്സിന് ഈ 2 സെഷൻ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഫസ്റ്റ് അയച്ചിരുന്ന സെഷൻ ആ യൂട്യൂബ് ഞാൻ ഇന്നലെ എല്ലാവരും കുറേ ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് ഞാൻ ബ്രോഡ്കാസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ പരസ്പരം ഒന്നും കൂടെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഫസ്റ്റ് വീഡിയോ മിനിഞ്ഞാന്ന് നടന്ന 2 മണിക്ക് ഞാൻ ഇട്ട സെഷൻ അത് അയച്ചു കൊടുക്കുക. രണ്ടാമത് വിഷ്ണുമോഹൻ സാർ ചെയ്ത സെഷൻ അയച്ചു കൊടുക്കുക. ഗ്യാരണ്ടിയോട് ഞാൻ പറയുകയാണ്, ഇതിൽ ആർക്കെങ്കിലും 5 ജോയിനിങ് ആയിട്ടുള്ള ഒരു മാസം കൊണ്ട് ഞാൻ ആക്കിത്തരും. പക്ഷെ നിങ്ങൾ അയച്ചു കൊടുത്ത ആ 5 ആളുടെ നമ്പർ എനിക്ക് അയച്ചു തരണം. ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്യും. ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര പുലിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും സമ്മതിക്കണം. ഞാൻ സമയം കണ്ടെത്തും. അതിന് അത്രക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കത് വിജയിക്കണമെങ്കിൽ ഞാൻ എത്തിച്ചേരാം. ഈ കാര്യം തുടർച്ചയായി കണ്ടിന്യൂ നിങ്ങൾ ചെയ്യൂ സുഹൃത്തുക്കളെ. നമുക്ക് എത്താൻ പറ്റും. നമുക്ക് 142 പേർക്കും ഈ വരുമാനത്തിൽ എത്താൻ പറ്റും. ഈ 142 പേർക്കും ഈ ലക്ഷങ്ങൾ പറഞ്ഞ വരുമാനത്തിൽ എത്താൻ പറ്റും. 50,000 രൂപ ഞാൻ വെറുതെ പറഞ്ഞു, 50,000 എന്നല്ല. അത് വെറുതെ നിങ്ങൾക്ക് അത് കണ്ട് പേടി മാറാൻ പറ്റാം. 5 ലക്ഷം വരുമ്പോൾ പേടിയുള്ള കുറേ ആൾക്കാരുണ്ട്. 50,000 പറഞ്ഞത് അതിനപ്പുറം 2 പൂജ്യം ഉണ്ട്, പേടിക്കണ്ട. അത് പിന്നീട് വരും കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു ഓൾറെഡി, അടുത്ത മാസം ഇതിന് ഇമ്പ്രൂവ്മെന്റ് ആക്കണം എന്ന് ഞാൻ എല്ലാവരും ഇങ്ങോട്ടാക്കാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഇങ്ങോട്ടാക്കി തരാം. രണ്ടാമത്തെ സെക്കൻഡ് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് 100 PV പ്ലസ് 100 PV എന്നുള്ള ഗ്രൂപ്പ്. ഇതിന് ആ രണ്ടാമത്തെ സ്റ്റെപ്പിന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 200 PV ചെയ്യേണ്ട, ലോയൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 100 PV എങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് ശ്രമിക്കുക. അത് ചെറിയ ഷോർട്ടേജ് ഉള്ളൂ. 200 PV വേണ്ട, കസ്റ്റമർ എണ്ണം കുറച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ 100 + 100 ഒരു ജോയിനിങ് 100 PV. ഇത് രണ്ടാമത്തെ ഗ്രൂപ്പാണ്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ കുറച്ച് മടി കൂടിയ ആൾക്കാർക്കും ആൾക്കാരോട് പറയാൻ മടിയുള്ള നാണക്കേടും ചമ്മലും ഉള്ള ആൾക്കാർക്ക് വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് പറയാനുള്ള മടിയുള്ള ആൾക്കാർക്കാണ് 60 PV. 60 PV 30 PV വീട്ടാവശ്യത്തിനും 30 PV സ്വന്തം ആവശ്യത്തിനും. അത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോ. സ്വന്തം ആവശ്യത്തിനും വീട്ടാവശ്യത്തിനും 60 PV നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുക. 60 PVക്കുള്ള ലോയൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ജോയിനിങ് മസ്റ്റായിട്ട് നിർബന്ധമായിട്ടും ഒരു ജോയിനിങ് ഒരു 60 PV എങ്കിലും, അല്ലെങ്കിൽ 2 ജോയിനിങ് ആക്കി 30 PV എങ്കിലും, അല്ലെങ്കിൽ 3 ജോയിനിങ് ആക്കി 20 PV എങ്കിലും ചെയ്യിക്കുന്ന രീതിയിൽ നിർബന്ധമായിട്ടും ഒരു മാസം നിങ്ങൾ ചെയ്തിരിക്കുക. ക്ലിയർ ആണോ?
അത് സിമ്പിൾ അല്ലേ? 60 BV കുഴപ്പമില്ല സാറേ. ഒരു 60 BV കസ്റ്റമർ കണ്ടുപിടിക്കാനും കുഴപ്പമില്ല സാർ. അത് ഞാൻ ഏറ്റെടുത്തോളാം. ഒരു ജോയിനിങ് വേണമെങ്കിൽ 3 ജോയിനിങ് 20 BV ആക്കിയാലും കുഴപ്പമില്ല. അതും സാധിക്കും. അതും നമുക്ക് ഓക്കെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് മതി. അത് ഓക്കെയാണോ? 3 പേര് ഐഡിയ എടുപ്പിച്ചിട്ട് 20 BV ചെയ്യാം. ഇതിൽ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഇത് കുഴപ്പമില്ല സാറേ, ഞാനൊരു 60 BV സാധനം ഞാൻ എൻ്റെ താഴെ 3 പേര് ഐഡിയ എടുത്തിട്ട് ഞാൻ ചെയ്തോളാം. 3 ഐഡിയ ഞാൻ എടുത്തിട്ട് വെറുതെ പർച്ചേസ് ചെയ്ത് കൊടുത്തോളാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? കുറച്ച് പൈസയുള്ള ആൾക്കാർക്ക് തോന്നലാണ്. ആ 60 BV ഞാനങ്ങ് ചെയ്തേക്കാം. താഴെ ഐഡിയ എടുത്താലോ പക്ഷെ ബിസിനസ്സിൽ ഉണ്ടാവത്തില്ല. ആ ഐഡിയൻ്റെ അത് പോയി പർച്ചേസ് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് സ്ക്രീൻഷോട്ട് സാർ ഇതാ ഈ 3 പേര് 60 BV ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? നമ്മൾ വെസ്റ്റേജ് കമ്പനി അങ്ങനെ ഓഫർ ചെയ്തനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഒരു ഐഡിയ നമ്മൾ തന്നെ ഉണ്ടാക്കും, എന്നുവെച്ചാൽ നമ്മൾ തന്നെ അവിടെ പോയി പർച്ചേസ് ചെയ്യും, എന്നിട്ട് അത് ക്വാളിഫൈ. അതല്ല ഞാൻ ഉദ്ദേശിച്ച കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടാൻ പോകുന്നില്ല. നിർബന്ധമായിട്ടും ആ ഞാൻ പറഞ്ഞ ആ പുതിയ ജോയിനിങ്ങുള്ള 100 BV 60 BV നിങ്ങളായി ചെയ്യരുത്. അത് ചെയ്താൽ ഗുണമില്ല. അങ്ങനെ കുറേ ആൾക്കാർ മനസ്സിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്, 2-3 ആൾക്കാർ മനസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ അറിയാം. നിങ്ങൾ ചിന്തിച്ച കുറേ ആൾക്കാർ ആ ഒരു 100 BV കൂടെ അവർ 2 ദിവസം ചെയ്യും. 2-3 ദിവസം ചെയ്യുന്നുണ്ടാവും. അത് അവരെന്നെ പൈസ ഇട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു പ്രയോജനം വരാൻ പോകുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അഥവാ നിങ്ങൾക്ക് ഈ മാസം 100 BV ജോയിൻ നടത്താൻ പറ്റിയില്ല, വിഷമിക്കരുത്. നിങ്ങൾ അതിനുവേണ്ടി ചെയ്യരുത്. നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ ഇട്ട് പർച്ചേസിങ് ചെയ്യരുത്. ചെയ്താൽ നെഗറ്റീവ് ആയിപ്പോവും. ക്ലിയർ ആവുന്നുണ്ടോ? അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഈ മാസം ആയിട്ടില്ല, കുഴപ്പമില്ല, ജോയിനിങ് ശ്രമിച്ചാൽ മതി, ആയിക്കോളും. 100% ആയിക്കോളും. ഈ 3 ക്രൈറ്റീരിയ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ 3 ക്രൈറ്റീരിയ 100 + 200 ഒരു ജോയിനിങ്, 100 + 100 ഒരു ജോയിനിങ്, 60 + 60 ഒരു ജോയിനിങ്. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടെക്നോളജി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സൂമിലേക്ക് വരാൻ മടിയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ അയൽപക്കത്തുള്ള ഒരു ഫ്രണ്ട്സിന് ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, സൂമിലേക്ക് വരാൻ മടി കാണിക്കുന്നത്, അവിടെ പോയി ഇരുന്നിട്ട് 2 മണിൻ്റെ പ്ലാൻ കേൾപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് 9 മണിൻ്റെ പ്ലാൻ കേൾപ്പിക്കാൻ പറ്റും. അങ്ങനെയും ജോയിനിങ് ആവും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിൽ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയാണ്, ലീഡർമാരോട് സ്ട്രോങ് ആയി സീരിയസ് ആയി ലീഡർമാരോട് പറയാം, നിങ്ങളുടെ ജോയിനിങ് നടക്കണം. നിങ്ങളെ പേഴ്സണൽ ജോയിനിങ് നടന്നേ പറ്റും. ഞാൻ കുറച്ച് വലിയ ടീമായി, വലിയ ഓർഗനൈസേഷനായി, അതുകൊണ്ട് ഇനി താഴെയുള്ളവർ സപ്പോർട്ട് ചെയ്യാനല്ല, നിങ്ങളുടെ പേഴ്സണൽ ജോയിനിങ് നടക്കണം. നിങ്ങളുടെ പേഴ്സണൽ ജോയിനിങ് നടക്കണം. ഫോസ്റ്റർ ID വെച്ചിട്ട് നിങ്ങളുടെ ടീമിൽ ഏതെങ്കിലും ലീഡർമാരുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. നല്ല സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ജോയിനിങ് നടത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോസ്റ്റർ ID വെച്ച് അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞാൽ ഫോസ്റ്റർ ID എന്താണൊക്കെ. പക്ഷെ എല്ലാവരും, എല്ലാ ലീഡേഴ്സും, സുരേഷ് ഭായും വിനോദ് സാറും ഭീമ മാഡും ശർമ്മ ടീച്ചറും സുഷിത മാഡും എല്ലാവരും ആ ഒരു ഇത് ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നമുക്ക്, ഞാൻ ഈ പറഞ്ഞില്ല, നമ്മുടെ ടീമായിരിക്കും ഇന്ന് കേരളത്തിൽ. ഹൈദരാബാദ് ടീം എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനേക്കാളും ഗ്രോത്തിലേക്ക് പോകുന്ന ടീം നമ്മുടെ ടീം മാത്രമായിരിക്കും. വേറെ കേരളത്തിലെ എല്ലാ ടീമിൻ്റെ പ്രശ്നം എന്താ അറിയോ? അവർക്ക് 20,000 വരുമാനം കിട്ടിയെങ്കിൽ 12,000 പെട്രോൾ അടിച്ച് തീർക്കുമല്ലോ. 50,000 വരുമാനം വ്യക്തിക്ക് 20,000 പെട്രോൾ അടിച്ച് തീർക്കാറുണ്ട്. ഏത് ലീഡർ ചോദിച്ചാലും അവർ പറയും. നമ്മുടെ ടീമിലെ പ്രത്യേകം തരോ, നമുക്ക് ഒന്നും ചെലവില്ല, പെട്രോൾ അടിക്കണ്ട. അല്ലെ? ഈ പെട്രോൾ അടിക്കുന്ന വ്യക്തി, വണ്ടിയിലെടുത്ത് പോകുന്ന വ്യക്തിക്ക് ക്ഷീണമുണ്ടാവും, നമുക്ക് ക്ഷീണമില്ല. ഈ പെട്രോൾ അടിച്ച് പുറത്ത് പോകുന്ന വ്യക്തിക്ക് ഷർട്ടും പാൻറ്റും ഇസ്തിരിട്ട് പോകണം, നമുക്കതും വേണ്ട. അവർക്ക് മഴ കൊള്ളേണ്ടി വരും, ചിലപ്പോൾ വെയിൽ കൊള്ളേണ്ടി വരും. ഇല്ല, ഇവിടെ ഒന്നും നഷ്ടമില്ല സുഹൃത്ത്. ഒരു പൈസ കളയാതെയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്, ഒരു പൈസ കളയാതെ. സമയലാഭം. വീട്ടിലിരുന്ന് മക്കളെ പഠിപ്പിക്കാം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കാം, ഹസ്ബൻഡ് ജോലി ചെയ്യുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം, ബിസിനസ് നടക്കുന്നുണ്ടോ? അവരെക്കാളും വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നത് ഇല്ല ഭീമ മാഡം? അവരെക്കാളും വരുമാനം വാങ്ങിക്കാൻ പറ്റും, എല്ലാവർക്കും പറ്റും. ഞാൻ അതാ പറഞ്ഞ് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. ഇന്ന് നമ്മുടെ CND നടന്നിട്ടുണ്ടായിരുന്നു തളിപ്പറമ്പിൽ, ഇന്നലെ കാസർഗോഡ് CND നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ആൾക്കാർ ഫുൾ ചാർജിലാണ്. നല്ല സെഷനായെന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ അവരും ജോയിൻ ചെയ്ത് പോയി. കൊണ്ടുപോയ ആൾക്കാർക്കൊക്കെ ജോയിനിങ് ആയിട്ടുണ്ട്. കൊണ്ടുപോയ ആൾക്കാർ കാസർഗോഡ് പോയി ഒപ്പം കൊണ്ടുപോയ ആൾക്കാർ, ചില ആൾക്കാർ വൈഫ് ബിസിനസ് സപ്പോർട്ട് ചെയ്യാതെ ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അവർ അവിടെ വെച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. CND എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതൊക്കെ നല്ല പ്രോഗ്രാമാണ്. അതൊക്കെ പങ്കെടുപ്പിക്കാൻ, ഫിസിക്കൽ മീറ്റിൽ പങ്കെടുക്കാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യം ഓക്കെയാണോ? നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് ഈ 139 പേരും ചെയ്യാൻ റെഡിയാണോ? ഒന്ന് മെസ്സേജ് ഇടാവോ? റെഡി എന്നിട്ട് മെസ്സേജ് ഇട്ടേ. റെഡി എന്നിട്ട്
എല്ലാവരും റെഡിയാണ്. ജിഷ്ണു പ്രകാശ്, ജോലി തിരക്കാന്നറിയാം. നിങ്ങളൊക്കെ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ഡ്രീമോട് കൂടി വന്ന വ്യക്തിയാണ് ജിഷ്ണു പ്രകാശൊക്കെ. ഒരു ജോലി കിട്ടിയപ്പോൾ അതിന്റെ പിറകെ പോകുന്ന ആൾക്കാരെ കൂടുതൽ എന്ന് ഞാൻ എല്ലാവരും പറയുകയാണ്. നിങ്ങൾ എല്ലാവരും ജോലി കിട്ടുന്ന സമയത്ത് ജോലിന്റെ പിറകെ പോവാതെ, ജോലി കിട്ടിയാൽ ജോലിക്ക് പോയിക്കോ, കുഴപ്പമില്ല, പക്ഷെ പ്രയോറിറ്റി ഇവിടെ കൊടുക്കും. മാറ്റം, ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോലിനേക്കാളും വലിയ സംഭവം നിങ്ങളുടെ കയ്യിലുള്ള കേട്ടോ. ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നവരെ, സാറേ ഞാനൊരു ജോലി ശരിയായിട്ടുണ്ട് എന്നിട്ട് പറയുന്ന ഒരു സമാധാനിപ്പിക്കുന്ന ഒരു വാക്കും പറയും. സാധനം വാങ്ങിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നവരെ. ഈ 100 BB പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 3000 രൂപ വേണ്ടി ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ജോലിക്ക് വേണ്ട. പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ 100 BB ചെയ്യാൻ പൈസ ഇല്ലാണ്ട് ജോലിക്ക് പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങിക്കാൻ ബിസിനസ് ചെയ്തിട്ടുള്ളൂ. ആരും അങ്ങനെ ചെയ്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ജോലി തുടങ്ങുന്ന ആൾക്കാർ, ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. നിങ്ങൾ അതിനുവേണ്ടി ജോലിക്ക് പോകാതിരിക്കുക. നിങ്ങൾക്ക് അത്രയ്ക്കും കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിൽ ആ വരുമാനം ഇല്ലെങ്കിൽ വീട്ടിൽ പട്ടിണി കിടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ മാത്രം ജോലിക്ക് പോകാം. അല്ല എങ്കിൽ പോണ്ട. ഗ്യാരണ്ടി ഞാൻ പറയാം. ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പം. അത് കുറച്ച് ടീമൊക്കെ സെറ്റ് ആകുമ്പോഴേക്കും ഞാൻ ജോലി മതിയാക്കിക്കോളാം എന്ന് ചോദിച്ചത്. അവർ ടീമും സെറ്റ് ആവില്ല, അവർ ജോലിയും മതിയാക്കത്തില്ല. ഒരു 5-6 വർഷം ജോലി ചെയ്യും, പിന്നെ എന്തെങ്കിലും പ്രശ്നം ആ ജോലി മതിയാക്കി പോകുന്നതിനും. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരാൾ മെസ്സേജ്, സാറ് അന്ന് ഞാൻ ബിസിനസ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഒരു ജോലിക്ക് പോയി, ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി കിടപ്പിലാണ്. ഇപ്പം വരുമാനമില്ല, ജോലിയും ഇല്ല, ബിസിനസ്സും ഇല്ല, ഒന്നും ഇല്ലാണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിന് പ്രയോറിറ്റി ജോലിയേക്കാളും കൊടുക്കണം നിങ്ങളെല്ലാവരും. അതിനേക്കാളും വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ജോലിയേക്കാളും പ്രയോറിറ്റി കൊടുത്താൽ മതി, വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി എന്തെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി ഒരു റിക്വസ്റ്റ്, ഒരു പരാതിയായിട്ട് ഞാൻ പറയാൻ പോകണം. ദയവ് ചെയ്ത് ഇത് ബിസിനസ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാമോ? വളരെ വിഷമത്തോട്, സങ്കടത്തോട് ഞാൻ പറയാം. ഞാൻ ഒരുപാട് ഗ്രൂപ്പുകൾ ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അത് കണ്ടാൽ പോലും മെസ്സേജ് അയക്കത്തില്ല, റിപ്ലൈ തരത്തില്ല. പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. ഈ മാസം ഇത്ര PV ഷോർട്ടേജസ് ഉണ്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇന്ന് 16 ആയിട്ടുള്ളൂ, ഇത്ര PV വേണ്ടു, ഒന്നും റിപ്ലൈ തരില്ല. കുറേ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, സാർ അതിൻ്റെ താഴെ ഒരാൾ ഐഡിയ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ താഴെ ഒരാൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അയാൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട്, ഇതിന് മാത്രം റിപ്ലൈ. ഞാൻ അയച്ചതിനൊന്നും റിപ്ലൈ തരത്തില്ല. അവന് ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ, മെയിൻ ഗ്രൂപ്പുകൾ, ഒരുപാട് ഗ്രൂപ്പ്, നിങ്ങളുടെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലൈൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഇൻവോൾവ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഭാഗ്യമായിട്ട് കാണാൻ സാധിക്കുമോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ആ ഗ്രൂപ്പിൽ വന്നിരുന്നിട്ട് ഒരു മൂലയിൽ അങ്ങ് കൂടിയിരിക്കും, ഇയാൾ എന്ത് ഗ്രൂപ്പ്, അതങ്ങ് വെറുതെ ആൾ ഇടുന്ന മെസ്സേജ് അങ്ങ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, പറഞ്ഞ ആൾക്കാരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തിനാ വെറുതെ ആക്കുന്നില്ലേ? ഗ്രൂപ്പ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള വിഷമം കൊണ്ട് മാത്രം ഞാൻ റിമൂവ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. റിമൂവ് ചെയ്യാനുള്ള വിഷമം കൊണ്ട് മാത്രം, റിമൂവ് ചെയ്തതിൻ്റെ പേരിൽ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നുണ്ടാണ്. അല്ലാതെ അവരവിടെ നിന്നുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടായിട്ടില്ല. പല ആൾക്കാരെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഏടാക്കി കഴിഞ്ഞാൽ വെറുതെ വന്നിരിക്കുന്ന ആൾക്കാർ. എന്നാൽ പറഞ്ഞിട്ട് ലെഫ്റ്റ് ആവും, അതുമില്ല. എനിക്ക് മെസ്സേജ് ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അങ്ങനെയല്ല കേട്ടോ. നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ഏടാക്കിയത് എനിക്ക് അത്രയ്ക്കും കോൺഫിഡൻ്റ് ഉണ്ടോ ഈ വ്യക്തിയെ ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിജയിപ്പിക്കാനും ഒരു നല്ല വരുമാനത്തിൽ എത്തിക്കാൻ കഴിയും എന്ന് തോന്നുന്ന വ്യക്തിയെ മാത്രമേ ഞാൻ അങ്ങനത്തെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. അത് നിങ്ങൾക്ക് ആദ്യം തിരിച്ചറിവുണ്ടാവാൻ ശ്രമിക്കണം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഞാൻ നിങ്ങൾ ഏടാക്കിയിട്ടുണ്ട്, അത് എന്തിനാണ് മനസ്സിലായിട്ട് എന്നോട് ചോദിക്കുക, സാർ ഈ ഗ്രൂപ്പ് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായി പറഞ്ഞു. ചോദിക്കണം. അല്ല അതിനകത്ത് വന്നിരുന്നാ അതിനകത്തും കിടക്കട്ടെ, ഇതിനകത്തും കിടന്നോട്ടെ, എല്ലാത്തിനും സെയിം മെസ്സേജ് തന്നെയാണ്. അതും കേൾക്കാൻ കണ്ടോ, വായിക്കത്തില്ല, നോക്കത്തില്ല, മെസ്സേജ് നോക്കാത്ത ആൾക്കാരുണ്ട്. ഞാൻ ഇന്നലെ വെറുതെ ഒന്ന് തെറ്റിയിട്ടപ്പോൾ, തെറ്റി മെസ്സേജ് അയച്ചപ്പോൾ അത് കണ്ട ആൾക്കാരുണ്ട്. അത് മാത്രം കണ്ടില്ല, ഒരക്ഷരം തെറ്റിച്ചപ്പോൾ അതിന് മാത്രം, സാർ അത് തെറ്റിപ്പറ്റിയെന്ന് ഞാനത് തമാശ കിട്ടിയാണ്, അപ്പം തന്നെ ഞാൻ മാറ്റം ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്. അതിന് മുന്നേ ഇട്ട മെസ്സേജ് കാണാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ഇടുന്ന മെസ്സേജ് വായിക്കാൻ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുള്ളൂ. എനിക്കിപ്പം ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സങ്കടത്തിലാണ് ഞാൻ ഉള്ളത്. ഓരോ കാര്യങ്ങൾക്ക് എത്തിക്കാൻ പറ്റാതെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. ആ ഗ്രൂപ്പിലിടുന്ന മെസ്സേജ് വായിക്കാനും അതിനെ റെസ്പോണ്ട് ചെയ്യാനും തയ്യാറാവണം നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് തന്നെയാണ്, എനിക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് അല്ല കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? മെസ്സേജ് നോക്കാതെ ഒരുപാട് ആൾക്കാരുണ്ട്. 6 മാസമായിട്ട് ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് നോക്കാതെ ഞാൻ കണ്ടിട്ടുണ്ട്. പേര് വേണമെങ്കിൽ ഞാൻ പറയാൻ റെഡിയാണ്. 6 മാസമായിട്ട് ആ ഗ്രൂപ്പിലോട്ട് ഒരു മെസ്സേജ് പോലും വായിച്ചിട്ടില്ല, എന്നിട്ട് ആ ഗ്രൂപ്പിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടോ.
ആർക്ക് വേണ്ടിയിട്ട് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, ആർക്ക് വേണ്ടിയിട്ടാണ് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതൊരു പരാതിയായിട്ട് തന്നെ ഞാൻ പറയാം കേട്ടോ. ഞാൻ ഒരുപാട് ആൾക്കാരെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കട്ടോ. ഞാൻ നിങ്ങളെല്ലാവരും സ്റ്റാറ്റസും നോക്കാറുണ്ട്. നിങ്ങളുടെ സ്റ്റാറ്റസ്, പല കമ്പനികളുടെ സ്റ്റാറ്റസുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള ആ നമ്പർ വെച്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കട്ടോ. വേറെ ഏതെങ്കിലും കമ്പനി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാരുടെ സ്റ്റാറ്റസ് ഞാൻ പല കമ്പനികൾ കാണും. ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ്റെതാണ്. കൂട്ടുകാരൻ ചെയ്യുന്ന ബിസിനസ്സാണ് പ്രൊമോഷൻ ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് അല്ല. അല്ലേ? സ്വന്തം ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് ആ ഹോട്ടലിൽ പുറത്ത് നിന്നിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കയറേണ്ട അപ്പുറം കയറിക്കോ, ഇവിടെ കയറേണ്ട അപ്പുറം കയറിക്കോ, അവിടെ പോയി കഴിച്ചോ, അവിടെ നല്ല ബിരിയാണിയാന്ന് പറയാം. അല്ലേ? സ്വന്തം ഹോട്ടലിൽ കൗണ്ടറിൽ സ്റ്റാഫിനെ വെച്ചിട്ട് ആ ഗേറ്റിൽ നിന്നിട്ട് പറയണം അപ്പുറം പോയി കഴിച്ചോ, അപ്പുറം പോയി കഴിച്ചോ എന്ന് പറയില്ലേ? ആ ഫീലിങ്സ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണേ. വെസ്റ്റേജ് ബിസിനസ് ഐഡിയ എടുത്തിട്ടുണ്ട്, ഗ്രൂപ്പിലുണ്ട്. കൂട്ടുകാരൻ ചെയ്യുന്ന മോഡി കെയറും, കൂട്ടുകാരൻ ചെയ്യുന്ന ഫിജി കാർഡും, കൂട്ടുകാരൻ ചെയ്യുന്ന 4 ഹവറും പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ റിമൂവ് ചെയ്യും. നിങ്ങൾ 100 PV 500 PV ചെയ്തോട്ടെ, ഞാൻ റിമൂവ് ചെയ്യും. ക്ലിയർ ആണോ? നിങ്ങൾ വേറെ ആളുടെ സ്റ്റാറ്റസ്, കൂട്ടുകാരൻ ചെയ്യുന്ന ബിസിനസ് സ്റ്റാറ്റസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അറിയാതെ ഷെയർ ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് ഞാൻ റിമൂവ് ചെയ്യും കേട്ടോ. ഏത് സീരിയസ് ആയിട്ടോ ഞാൻ റിമൂവ് ചെയ്യും, കാര്യമായിട്ട് പറയാണ്. കാരണം വെസ്റ്റേജ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, നിങ്ങൾക്ക് വരുമാനം വാങ്ങിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് തന്നെ സ്റ്റാറ്റസ് വെക്കുക. സ്റ്റാറ്റസ് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാണക്കെടുന്നെങ്കിൽ വെക്കേ വേണ്ട. പക്ഷെ മറ്റുള്ളവരുടെ ബിസിനസ് സ്റ്റാറ്റസ് വെക്കാതിരിക്കും കേട്ടോ. ദയവ് ചെയ്ത് പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങളെ കൂടെ ഒരു വ്യക്തി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കണേ? വേറൊരു റിക്വസ്റ്റ് കൂടെ പറയുകയാണ്, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ രാവിലത്തെ CP ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ടോ? എല്ലാ ഗ്രൂപ്പിലും CP ലിങ്ക്, ആ ഒരു ഷെയർ, അത് ചടങ്ങാണ്. എല്ലാവരും ലീഡർമാർ ഷെയർ ചെയ്യും. CP അവരുണ്ടാവില്ല. ഞാൻ ഇന്ന് രാവിലെ അത് ചെക്ക് ചെയ്യാം, രാത്രി ഉറങ്ങുമ്പോൾ അത് ആലോചിച്ചേ കാണുന്നത്. ഈ ലിങ്ക് ഷെയർ ചെയ്ത വ്യക്തി ഗ്രൂപ്പിലുണ്ടോ? രാവിലെ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് ഗ്രൂപ്പിലിട്ടുണ്ട്. ലിങ്ക് ഷെയർ ചെയ്യും, പക്ഷെ നമ്മൾ മീറ്റിംഗ് ഒരു സമയമില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇത് വെറുതെയുള്ള പരിപാടിയാണ്, വെറുതെയുള്ള പരിപാടിയാണ്. അവർ കയറിയിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ കയറേണ്ടത്? ഇതാണ് നിങ്ങൾ താഴെ കൊടുക്കുന്ന മെസ്സേജ്. നിങ്ങൾ അഥവാ ആ ഗ്രൂപ്പിൽ ലീഡർ ആണെങ്കിൽ, ആ ഗ്രൂപ്പ് നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ഡൗൺലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ മീറ്റിംഗ് ഉണ്ടാവണം, നിർബന്ധമായിട്ട് ഉണ്ടാവാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഈ 3:45 ഈ സാധനം ഞാനും അതുപോലെ ചെയ്തപ്പോൾ രാവിലെ 3:45 എന്തെങ്കിലും എനിക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ വെറുതെ ചോദിച്ചാൽ മതി, രാവിലത്തെ CP ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒഴിവാക്കി കഴിച്ചാൽ ഒഴിവാക്കിക്കോന്നറിയാം. ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ ഒഴിവാക്കിയിട്ട് വിളിക്കാം, നിർത്തിയിട്ട് വിളിക്കാം. രാവിലത്തെ മോർണിംഗ് CP ഞാൻ 2 മണി ചോദിച്ചു, രാവിലത്തെ CP ഒഴിവാക്കിയാലോ? ഒഴിവാക്കും, സാറിന് ബുദ്ധിമുട്ടാണ്, ഒഴിവാക്കും. അങ്ങനെ പറഞ്ഞു. അത് വേണ്ട സാറേ, അത് കണ്ടിന്യൂ ചെയ്യണം സാറേ എന്നല്ല പറയും, അത് ഒഴിവാക്കുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കാത്തത്. മോർണിംഗ് CP രാവിലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് സെഷനാണ് ചെയ്യുന്നത്. കേട്ട കാര്യം തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പറഞ്ഞ കാര്യം തന്നെ പറയുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാ മാസവും, അതായത് ഒരു 3 മാസം കൂടുമ്പോൾ 10 കോർ സ്റ്റെപ്പും 13 എസെൻഷ്യലും പ്ലേ ചെയ്യാറുണ്ട്. കുറേ പ്രാവശ്യം, 10 പ്രാവശ്യം കേട്ട ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് കേൾക്കൊണ്ടിരിക്കും. ക്ലിയർ ആകും. അതിന് മോർണിംഗ് CP നാളെ ഇപ്പോൾ 69 പേരെ ഉള്ളൂ. 90, 95, 98 പേര് കയറി, 100 PV 100 ആൾ കയറിയ CP ആണ്. ഇന്ന് 69 പേരുണ്ടായിരുന്നു. ആ 69 പേരിൽ 30 പേര് ഷോർട്ടേജസ് ഉള്ളത് മെയിൻ ആയിട്ടുള്ള ലീഡർമാരെ ഷോർട്ടേജസ് ഉണ്ട്. നിങ്ങളിനി ലീഡർമാരാണെങ്കിൽ മെസ്സേജ് അയക്കുക, ഞാൻ ഇന്ന് CP കയറുന്ന മെസ്സേജ്, വിനോദ് സാർ ഇന്ന് ഉണ്ടാവില്ല, ട്രെയിനിലാണ്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലും കയറാത്തുണ്ടെങ്കിൽ മെസ്സേജ് അയക്കും, ഞാൻ CP ഉണ്ടാവില്ല, ട്രെയിനിലാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം. അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ ലീഡേഴ്സ്, പ്രത്യേകിച്ച് ലീഡേഴ്സ്. നിർബന്ധമായിട്ട് നിങ്ങൾ ബിസിനസ് സീരിയസ് ആണെങ്കിൽ അത് ചെയ്യണം. കാരണം ഇത് എന്തിനാ ഇങ്ങനെ പറഞ്ഞു വെച്ചുള്ളൂ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു വിഷമം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തേക്കാം, നിർത്തി പോയേക്കാം. അതല്ല, അത് നിർത്തി, നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വഴക്ക് പറഞ്ഞ് സ്കൂൾ നിർത്തി പോകും? ഇല്ലല്ലോ. ആരും നിർത്തി പോകണ്ടോ? ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ മുതലാളിമാർ വഴക്ക് പറയണം, ജോലി നിർത്തുമോ? ഇല്ല, കേൾക്കുകയുള്ളൂ. ആ രീതിയിൽ തന്നെ ഇതിന് കാണണം, എന്നാലും നമ്മൾ വിജയിക്കത്തുള്ളൂ. നിങ്ങളെ ഒന്നും പറയാത്തത് കൊണ്ടും വിഷമിപ്പിക്കാത്തത് കൊണ്ടും നല്ല സിമ്പിളായിട്ട് അങ്ങ് പോവാണ്. ഷാജി സാർ തന്നെ ചെയ്തോളും, ഷാജി സാർ തന്നെ ചെയ്തോളും. ഞാനിത് പ്രസന്റേഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പ്രസന്റേഷൻ ട്രെയിനിങ് കൊടുത്തിട്ടില്ല, ഞാൻ ലീവ് തന്നെ കൊടുക്കുക. സാറ് വഴക്ക് പറയാത്തോണ്ടാ കുഴപ്പം. എനിക്ക് മനസ്സിലായി, അത് ശരിക്കും സത്യത്തിൽ എനിക്ക് മനസ്സിലായി. ഒന്നും പറയാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വഴക്ക്, ഇപ്പോഴും ഞാൻ പറയുന്ന വഴക്കല്ല, ഒരു വിഷമം കൊണ്ട് പറയാണ്. ഇതിന് വാല്യൂ കൊടുക്കാതുകൊണ്ട് മാത്രമാണ് സംഭവം. ഞാൻ നിങ്ങളെല്ലാവരും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ 11 മണിക്ക് ട്രെയിനിങ് നടത്തുന്നുണ്ട്, ട്രെയിനിങ് സെഷൻ നടത്തുന്നുണ്ട്. ആദ്യത്തെ ട്രെയിനിങ് 29 പേരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെയിനിങ്ങിൽ 6 പേരേ ഉള്ളൂ. ആ 6 പേരും ചെയ്യാൻ വരുന്നവരുമല്ല, കാണാൻ വരുന്നവരാണ്. ഞാൻ ഇന്ന് രാവിലെ ലീവ് കൊടുത്തതാണ്, കാരണം എനിക്ക് അത്രയ്ക്കും ഉറക്കം, ക്ഷീണം കൊണ്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഉറക്കം ഒഴിച്ചെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുത്തിട്ട് അവർ കയറുന്നുമില്ല,
അത് ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ന് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കണ്ണൂരിൽ തലപ്പുറം CND ആയതുകൊണ്ട് അവരുണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ ഇന്ന് ലീവ് ആക്കിയതാണ്. അല്ല ഞാൻ വെറുതെ ഓപ്പൺ ആക്കി വെക്കേണ്ടി. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സീനിയർ ലീഡേഴ്സ് ക്ലോസിംഗ് സെഷൻ പഠിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ ചെയ്തത്, പക്ഷെ അവർ വരുന്നില്ല. ഞാൻ ജനുവരി 1-ാം തീയതി ക്ലോസിംഗ് അവരെ ഏൽപ്പിക്കാം. എനിക്ക് ആയിട്ടില്ല, എക്സ്പീരിയൻസ് ആയിട്ടില്ല, ചെയ്ത് ശീലമില്ല എന്ന് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചെയ്തേ പറ്റും. ഒരു ദിവസം 5 മണിയുടെ ക്ലോസിംഗ് ഓരോ സീനിയർ ലീഡേഴ്സിനും ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് അവരെ ക്ലോസിംഗ് കേട്ടിട്ട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം, ഐഡിയ എടുത്തില്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ എനിക്കൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ അന്നോട് ബിസിനസ് സ്റ്റോപ്പായി പോകും. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് ദേഷ്യം കൊണ്ടല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ക്ലോസ് ചെയ്യാനുണ്ടല്ലോ, ബിസിനസ്സേ ക്ലോസ് ആയി പോകും. ആരെങ്കിലും ഒരാളോട് കവർ ചെയ്യാൻ പോകണം. അതാണ് ലീഡർഷിപ്പ്, ബിസിനസ്സാണ് ഇത്. നമ്മുടെ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും, നല്ല കഴിവുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും മടിയന്മാരായി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ആവരുത്. രാവിലെ 11 മണിക്ക് വരുന്ന ട്രെയിനിങ് സെഷനിലേക്ക് വെറുതെ വരരുത്. അതിനകത്ത് വന്നിരിക്കാനും എന്നെ കാണിക്കാനും വരരുത്. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. പേടിയുണ്ടെങ്കിൽ, അത് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ കയറി വരേണ്ട ആവശ്യം, നിങ്ങൾ ആരും വഴക്ക് വരത്തില്ല. പക്ഷെ സീരിയസ് ആയിട്ടുള്ള പ്രസന്റേഷൻ ചെയ്യുന്ന ആൾക്കാർ അതിലേക്ക് വരാനും, ക്ലോസിംഗ് സെഷൻ ചെയ്യാനും വരണം. MC ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിലേക്ക് വരണം. പ്ലാൻ പഠിക്കാൻ വരുന്ന ആൾക്കാർ അതിലേക്ക് വന്ന് പഠിക്കാൻ തയ്യാറ്. വെറുതെ വരുന്ന ആൾക്കാരെ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആണ്. അതിൽ ഒരുപാട് ആൾക്കാർ വെറുതെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരാഴ്ച കേട്ടിട്ട് അടുത്ത ആഴ്ച ഞാൻ ചെയ്യാന്ന് പറയാമെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ 2 ആഴ്ച കേട്ടിട്ട് ഞാൻ പിന്നെ ചെയ്തോളാം, നോ പ്രോബ്ലം. വെറുതെ ഒരു മാസം വരെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. വരിക, അത് പ്രസന്റേഷൻ പഠിക്കാനായിട്ട് വരിക, ക്ലോസിംഗ് പഠിക്കാനായിട്ട് വരിക. ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 10 പേര് ചോദിക്കും, നെഗറ്റീവ് ചോദിക്കും, അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണെന്നല്ലോ. പിന്നെ നിങ്ങളൊരാൾ നെഗറ്റീവ് ചോദിക്കത്തില്ല, അത് ക്ലിയർ ആവും. നിങ്ങൾക്ക് ആര് സംശയം ചോദിച്ചാൽ ക്ലിയർ ആയി കൊടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിലേക്ക് വിളിക്കുന്നത്. ഞാൻ പ്ലാൻ എടുക്കുന്ന വ്യക്തി എല്ലാം ക്ലോസിംഗ് പഠിക്കാൻ പറ്റില്ല. MC ചെയ്യുന്ന വ്യക്തിയെല്ലാം പ്ലാൻ പഠിക്കാൻ പറ്റില്ല. എന്നാൽ മാത്രമേ നമ്മളെ ഈ 134 പേരും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 134 പേരും പ്ലാൻ എടുക്കാനും ക്ലോസിംഗ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 134 പേർക്കും ഓരോ സൂം ലിങ്ക് എടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൂടെ? 2 മണിയിലെ പ്ലാൻ ഭീമേൻ്റെ ഒരു ടീം, സുരേഷ് സാറിൻ്റെ ഒരു ടീം, ഷാഹുലിൻ്റെ വേറെ ടീം, അൻസാർ ഭായിയുടെ ടീമിൻ്റെ ഒരു സമയത്ത് 134 ലിങ്ക് ഓപ്പൺ ആയി. അടുത്ത വർഷം പറ്റൂലേ? ഒരു വർഷം കൊണ്ട് നമുക്ക് പഠിച്ചൂടെ അത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് ലിവറേജ് എന്ന് പറഞ്ഞ സാധനം. യൂസഫ് അലി സാറില്ലേ, ലുലുവിന്റെ ഓണർ യൂസഫ് അലി സാർ, അദ്ദേഹം ഫസ്റ്റിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹമാണ് ആ സൂപ്പർ മാർക്കറ്റിൽ സാധനം കൊണ്ടുവരുന്നത്, അല്ലേ? അദ്ദേഹമാണ് ലുലു ചെറിയ ഔട്ട്ലെറ്റ്, ഒരു ഗ്രോസറി തുടങ്ങിയ വ്യക്തിയാണ് ലുലു യൂസഫ് അലി സാർ. ഇന്ന് 70,000-ലധികം സ്റ്റാഫുണ്ട് അദ്ദേഹത്തിന് താഴെ. 70,000 സ്റ്റാഫ് 10 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എത്ര ലിവറേജ് ചെയ്യുന്നറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുപോലെ നമ്മൾ ഈ 134 പേരും സ്വന്തമായിട്ട് ഒരു സൂം ലിങ്ക് എടുത്തിട്ട് ബിസിനസ് പ്രസന്റേഷൻ പ്ലാൻ കൊടുക്കുന്നു. നിങ്ങളെ കൂടെ വന്ന വ്യക്തികൾ അത് പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ ഇതേപോലെ തുടങ്ങത്തില്ലേ? അതാണ് ഈ ബിസിനസ് ശരിക്കും വേണ്ടത്. ഇതിപ്പോ സംഭവം, ഞാൻ 4.5 വർഷമായി ഞാൻ തന്നെ ക്ലോസിങ്, ഞാൻ തന്നെ പ്ലാൻ, ചെണ്ട കൊട്ടലും പാടലും എല്ലാം ഞാൻ തന്നെയാണ്. അല്ല, ആ അവസ്ഥയിലായിപ്പോന്ന് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. 4 വർഷമായ വ്യക്തിയുടെ ക്ലോസിങ് പറയുമ്പോൾ, സാറേ ഞാൻ ക്ലോസിങ് ചെയ്യാൻ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ സങ്കടം തോന്നുന്നു എനിക്ക്. അങ്ങനെ പറയാൻ ആക്കരുത് കേട്ടോ. എല്ലാവർക്കും സാധിക്കും. ഈ ലാസ്റ്റ് പറഞ്ഞ 10 മിനിറ്റ് നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ആദ്യം പറഞ്ഞത് വരുമാനം കൂട്ടാൻ വേണ്ടി പറഞ്ഞ, ലാസ്റ്റ് പറഞ്ഞ 10 മിനിറ്റ് പരാതി കൊണ്ട് പറഞ്ഞതല്ല. നിങ്ങൾ വരണം സുഹൃത്തുക്കൾ, പഠിക്കാൻ തയ്യാറാവും. ഒരു കഴിവില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് ശരിയാക്കി തരാം. നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യാൻ കഴിവില്ല, ഞാൻ ശരിയാക്കി തരാം. നിങ്ങളുടെ വോയിസ് ലോ വോയിസ് ആണോ, എല്ലാം ആ വോയിസ് പോയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാക്കി തരാം. ക്ലിയർ ആണല്ലോ? റെഡിയാണ് ഞാൻ, എത്ര മണിക്കൂർ കഷ്ടപ്പെടാൻ റെഡിയാണ് പഠിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ റെഡിയായി നിൽക്കും. ക്ലിയർ ആണോ? ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യം ആർക്കും വിഷമമായിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കണ്ടോ, ഈ സാറ് ലാസ്റ്റ് പറഞ്ഞ എനിക്ക് കുറച്ച് വിഷമമായി തോന്നിയിട്ടുണ്ട്, സങ്കടം വന്നിട്ടുണ്ട്. സാറിനോട് ഞാൻ മിണ്ടത്തില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇല്ല, ആർക്കും ഇല്ല. ഓക്കെ. അല്ല, ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ വിജയിക്കത്തുള്ളൂ സുഹൃത്ത്. ഇല്ലെങ്കിലല്ലോ എത്ര വർഷം വേസ്റ്റ് ചെയ്യുന്നു? 6 വർഷം. എന്താ കിട്ടാൻ തുടങ്ങി? ഒന്നും കിട്ടുന്നില്ല, വെറുതെ അറിയിക്കുമെന്ന്. 9 മണിയാകുമ്പോൾ അയാൾ മീറ്റിംഗ് തുടങ്ങും, ഞങ്ങൾ കേൾക്കും. അത് കേട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായി. ആ രീതിയിലായിപ്പോവും ബിസിനസ്. ഗ്രോ ചെയ്യണോ? വരുമാനം വേണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ബാക്ക് ടു സുരേഷ് സാർ.
എല്ലാരും നല്ലൊരു സെഷനായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. 140 ആൾക്കാരുണ്ടായിരുന്നു. അത്രയും സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് അറിയാലോ, കുഞ്ഞുങ്ങളെ രണ്ട് തലത്ത് വളർത്താം. നമുക്ക് വളരെ കൊഞ്ചിച്ച് വഷളാക്കി വളർത്താം, അല്ലാതെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് വളർത്താം, അല്ലേ? അപ്പൊ ശരിക്കും നമ്മൾ കാര്യങ്ങൾ പഠിച്ച് പിന്നെ വളരണം എന്നുള്ളത് തന്നെയാണ് ഷാജി സാറിന്റെ ഇപ്പൊ പറഞ്ഞ ഓരോ വാക്കുകൾ നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾക്ക് ഇപ്പൊ 5-6 വർഷം കഴിയുമ്പോൾ സാറ് പറഞ്ഞ പോലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, എന്ത് റിസൾട്ട് ഇല്ല എന്നൊരു വാക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ തന്നെ വേണം നമ്മൾക്ക് എപ്പോഴും. നമുക്ക് നമ്മളെ സീരിയസ് ആയ മാത്രമേ നമ്മളെ ബിസിനസ്, നമ്മളൊരു ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ സീരിയസ് അല്ലെങ്കിൽ എന്തായിരിക്കും അതേ അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക കേട്ടോ. സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും. എന്നിട്ടും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഞാൻ ഒന്നും അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കഥയും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഒരു യുവാവ് ഗുരുവിനോട് ചോദിച്ചു സാറേ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, ഞാനൊന്നും ചെയ്യാൻ പറ്റാത്തവനാണ്. അത്രയും സങ്കടത്തോട് പറയാണ്. പക്ഷെ ഗുരു പറഞ്ഞു, ആരാ പറഞ്ഞത് എനിക്കൊന്നുമില്ലെന്ന്? നിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്, വലിയൊരു ഖജനാവ് തന്നെ നിന്റെ ഉണ്ട്. നിനക്ക് അറിയുന്നില്ല, അതാണ് നിന്റെ പ്രശ്നം. നിന്നെ തിരിച്ചറിയാത്തതാണ് പ്രശ്നം. നീ ഒന്നുമില്ല പലപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ഞാൻ എടുത്തു കാണിക്കട്ടെ. നിന്റെ ഖജനാവുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു കാണിക്കട്ടെ ഒന്നൊന്നായി. അത് പിന്നെ ഗുരുവിന്റെ ആ വാക്കുകൾ കേട്ട് അദ്ദേഹം ശിഷ്യൻ വളരെ സൈലന്റായി. അദ്ദേഹം ഗുരു പറഞ്ഞു, നിന്റെ കണ്ണുകൾ ലോകത്ത് ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രമാത്രം പവർഫുൾ ലെൻസായ കണ്ണുകൾ അത് നിനക്കില്ലേ? അപ്പോ അദ്ദേഹം അന്തം വിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ജന്മം കൊണ്ട നാള് മുതൽ ഇടിക്കുന്ന ഒരു പ്രതിഫലവും വാങ്ങാതിരിക്കുന്ന നിന്റെ ഹൃദയം അത് നിനക്കില്ലേ? ഞാൻ പറഞ്ഞ ഈ കണ്ണുകൾക്ക് ഞാൻ 1 കോടി രൂപ ഇടുന്നു, നിന്റെ ഹൃദയത്തിന് ഞാൻ 2 കോടി രൂപ ഇടുന്നു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ 100 കോടി ബില്യൺ ന്യൂറോണുകളുള്ള അതിന്റെ തലച്ചോറ് ലോകത്തിലെ എത്ര കമ്പ്യൂട്ടറുകൾ യോജിച്ചു വെച്ചാൽ പോലും അത്ര പിന്നെ പവർഫുൾ ആവാത്ത അത്രയും പവർ കിട്ടത്തില്ല തലച്ചോറിന്റെ. അങ്ങനെയുള്ള തലച്ചോറ് അതില്ലേ? അസുഖമില്ലാത്ത നീയാണോ ഇങ്ങനെ? ഒരു അസുഖമില്ല, ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ലാത്ത നീയാണോ ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ എന്നിട്ടും പിന്നെ അവൻ പിന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഒന്ന് ഈ കഥ കേട്ടില്ലേ, ഒന്ന് നിന്റെ മൈൻഡിൽ ഇരുത്തുക, സുഖമായി ഒന്ന് കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേറ്റ് നോക്കുക, നീ പുതിയൊരു മനുഷ്യനായി വരിക. അങ്ങനെ ഗുരു പറഞ്ഞു. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾ പോലെ ഇരിക്കും. ബി പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. ഷാജി സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിജയം ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ പറ്റും. ഞാൻ ഈ 4.5 വർഷമായിട്ട് ഷാജി സാറിന്റെ കൂടെ ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നേരെ പിന്നെ യൂണിഫോം, അതായത് വെസ്റ്റ് ഇന്ത്യൻ യൂണിഫോം ഇട്ടാട്ടോ, വെസ്റ്റ് ഇന്ത്യൻ യൂണിഫോം ആണ് അത് ഇട്ടിട്ട് നേരം ഇരുന്നതാണ് മീറ്റിംഗ്. ഞാൻ ഇത്രയും പിന്നെ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ വലിയൊരു ഇതുണ്ട്. കാരണം ഞാൻ രാവിലെ പോയ ഈ സമയത്ത് നേരെ മീറ്റിംഗിലാണ് കയറുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അത് പാസീവ് ഇൻകത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ ഇന്നത്തെ 20 വർഷമായി ഗൾഫിൽ സ്റ്റോപ്പ് ചെയ്ത ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ ഈ കഥകള് എനിക്കും കൂടി ഉള്ളതാണ്. കാരണം ഒന്നുമില്ല എന്ന ചിന്തകൾ എനിക്കില്ല. എപ്പോഴോ മുതൽ ഈ വെസ്റ്റിൽ ഞാൻ വന്നു മുതൽ എനിക്ക് അത് നിന്നിരുന്നു 3.5 വർഷം മുമ്പ്. നാളെ പോണോ നാട്ടില്, മറ്റന്നാ പോണോ, റെഡി, ഞാൻ ഹാപ്പിയാണ്. വൈഫും എന്റെ വൈഫ് അശ്വിനി രണ്ടാളും സീരിയസ് ആയിട്ട് ഇതിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കഥകൾ കേട്ട് മനസ്സിൽ വെക്കുക. നാളെ നല്ലൊരു ഉദയം നിങ്ങൾക്ക് ഉണരാൻ പറ്റട്ടെ. നല്ലൊരു ബ്രൈറ്റ്നസ് ആയിട്ട് ഉയരാൻ പറ്റട്ടെ. രാജിദാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു കഥയിൽ ചെറിയ ഉൾക്കൊള്ളിക്കൊണ്ട് നല്ലൊരു ഉറക്കം ഉറങ്ങുക. നല്ലൊരു നാളത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഉദയത്തിൽ നാളെ ഉണരാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോ നല്ലൊരു ദിവസം നല്ല ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സക്സസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് ചെയ്തിരിക്കും. ഷാജി സാറും അതുപോലെ എല്ലാവരും കേട്ടോ. ഇതേ തന്നെയാണ് നിങ്ങൾ 125 ആൾക്കാരും താഴെയുള്ളവരോട് പറയുന്നത്, നിങ്ങളുടെ ഓർഗനൈസേഷൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്കും സക്സസ് ആയി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ഒന്നും നോക്കണ്ട, മുന്നോട്ട് മാത്രം, ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. നന്നായിട്ടൊന്നും കിടന്നുറങ്ങുക. ഈ കഥകളും ഈ കാര്യങ്ങളൊന്നും ഓർത്തുകൊണ്ട് വീണ്ടും സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേൽക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു ഹെൽത്ത്. താങ്ക്സ് ടു ഓൾ.